പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം കാലമായി റിയാദിലെ പ്രവാസി സമൂഹത്തിനിടയിൽ മായ്ക്കാനാവാത്ത അടയാളങ്ങൾ തീർത്ത കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേളിയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞതിനുള്ള അനൽപമായ ആഹ്ലാദം ആദ്യമേ പ്രകടിപ്പിക്കുകയാണ്. സൗദി അറേബ്യയിൽ റിയാദ് ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ സ്ഥലത്തും അവിടുത്തെ പ്രവാസി സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാനായി ഇതിനു മുൻപ് ഞാൻ വന്നിട്ടുണ്ട്. റിയാദിലാണ് അത്തരത്തിലൊരു പരിപാടിയിൽ മുൻപ് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. അങ്ങനെ ഇപ്പോൾ റിയാദിൽ വന്ന് നിങ്ങളെ കാണാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രബലമായ പ്രവാസി സമൂഹമാണ് നമ്മുടെ. ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യരാണ് പ്രവാസികളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. സത്യത്തിൽ ഒരു രാജ്യത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ പ്രവാസികളായി മാറുന്നുവെങ്കിൽ അത് ആ രാജ്യത്തിന്റെ ഒരു മികവായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രത്തിന് അതിന്റെ പൗരന്മാരെ പൂർണ്ണമായും ഉൾക്കൊള്ളാനും അവരുടെ മാനവ വിഭവശേഷിയെ ഉപയോഗപ്പെടുത്താനും സാധിക്കാതെ വരുമ്പോഴാണ് അവർക്ക് ജീവസന്ധാരണത്തിനു വേണ്ടി ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളെയും ആശ്രയിക്കേണ്ടതായി വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാഷ്ട്രം സ്വയം പര്യാപ്തമായി മാറുമ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരാഗ്രഹിക്കുന്ന വിധം അവരുടെ കഴിവുകൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് അവരെ ഉൾക്കൊള്ളാനും നിലനിർത്താനും കഴിയുമ്പോൾ ഒരുപക്ഷെ ജനിച്ച നാട്ടിൽ തന്നെ ജീവിക്കാനും തൊഴിലെടുക്കാനും എല്ലാം കഴിയുന്ന ഒരു അന്തരീക്ഷം സംജാതമായി. പക്ഷെ ഇപ്പോ നമ്മുടെ രാജ്യം അതിന് പ്രാപ്തമായിട്ടില്ല. ആ അർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പരാധീനതയാണ് അനുദിനം വളർന്നു വരുന്ന പ്രവാസത്തിന്റെ കാരണമായി മാറിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ രാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും വിധം കരുത്താർജിക്കും എന്ന സ്വപ്നം കാണാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിക്കൂ. ഈ പ്രവാസ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത, പലപ്പോഴും പലതരത്തിലുള്ള പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് ഒരു നിശ്ചിത കാലത്തേക്ക് പ്രവാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലധികം. എന്നാൽ അത് പിന്നീട് അനാദിയായി നീണ്ടുപോകുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4-5 വർഷത്തേക്ക് പ്രവാസം വരിച്ചു വന്നവർ, മനസ്സാ വരിച്ചു വന്നവർ പിന്നീട് 5, 10, 15 ഒക്കെ നീണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മിഡിൽ ഈസ്റ്റിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലെ പ്രവാസികളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വ്യത്യാസം, നിങ്ങൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും ജീവിക്കുന്നതെങ്കിലും നിങ്ങളുടെ മനസ്സ് കേരളത്തിലാണ്, നമ്മുടെ നാട്ടിലാണ്. നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങളെ സൂക്ഷ്മമായി പിന്തുടരുന്ന, അതിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന, നിങ്ങളുടെ ചിന്തകളിൽ സജീവമായി നാട് നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം എപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും അത് അത്രമാത്രം പ്രകടമല്ല. അവരിൽ നല്ലൊരു പങ്കും മനസ്സും ശരീരവും അവിടെ തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും കേരളത്തിലാണ്. കേരളത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ ആകുലമായ അന്വേഷണങ്ങളിൽ അധികവും നമ്മളെയൊക്കെ ഫോണിൽ വിളിക്കുക റിയാദിൽ നിന്ന് ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതാണ്. രാഷ്ട്രത്തിന്റെ ഓരോ ചലനങ്ങളിലും ചെറു ചലനങ്ങളിലും അത്രമേൽ നിങ്ങൾ പുലർത്തുന്ന താല്പര്യമാണ് നമുക്ക് അതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ഞാനിപ്പോ സാന്ദർഭികമായി ഇത് പറയാൻ കാരണം, ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ളവർ ഏറെ ആശങ്കകളോടെ
മണിക്കൂറുകൾ തള്ളി നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അസാധാരണവും സങ്കീർണവുമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. അത്തരമൊരവസ്ഥയിലാണ് കേളി അതിന്റെ വാർഷികം ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഏറെ പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നാണ്. ഇന്ത്യ ഒരു രാജ്യത്തിന്റെ പേര് മാത്രമല്ല, ഒരു മഹത്തായ ആശയം കൂടിയാണ്. ജനാധിപത്യമാണ് ഇന്ത്യ, മതനിരപേക്ഷതയാണ് ഇന്ത്യ. ഈ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപമെടുത്ത ഒരു ഭൂപ്രദേശത്തിനിട്ട പേരാണ് ഇന്ത്യ. ചിലർ അവകാശപ്പെടുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷമാണ്, അതുകൊണ്ടാണ് ഇന്ത്യ മതനിരപേക്ഷമായത്. ഭരണഘടനയുടെ ആമുഖത്തിൽ മതനിരപേക്ഷത എന്ന വാക്കുണ്ട്. യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ആ വാക്കില്ല. പിന്നീട് അത് എഴുതി ചേർത്തതാണ് ഒരു ഭേദഗതിയാണ്. സവിശേഷമായ ഒരു ഘട്ടത്തിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സെക്യുലറിസം എന്ന വാക്ക് എഴുതി ചേർന്നത്. എന്നാൽ ആ വാക്ക് എഴുതി ചേർക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ഭാവമാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ അന്തർലീനമായിട്ടുള്ള മൗലിക തത്വം അത് മതനിരപേക്ഷതയായി. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? ചിലർ പറയാറുണ്ട്, ഭരണഘടനാ ശില്പിയായ അംബേദ്കർ മതനിരപേക്ഷ ചിന്താഗതിക്കാരനായി, പണ്ഡിറ്റ് നെഹ്റു കറകളഞ്ഞ മതേതരവാദിയായി, ഭരണഘടനാ ശില്പികൾ വ്യക്തിപരമായി തന്നെ മതനിരപേക്ഷ ചിന്താഗതിക്കാരായതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായത്. അത് ശരിയല്ല. പണ്ഡിറ്റ് നെഹ്റു കറകളഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്നു, അതിൽ തർക്കമില്ല. അംബേദ്കർ ഉൾപ്പെടെയുള്ളവരെല്ലാം മതനിരപേക്ഷ ചിന്താഗതി വെച്ചു പുലർത്തിയവരായിരുന്നു. എന്നാൽ ആ ഒറ്റ കാരണം കൊണ്ടല്ല ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായി മാറിയത്. മറിച്ച് ഭരണഘടന ഉണ്ടാവുന്നതിന് മുൻപ്, ഇന്ത്യ ഉണ്ടാവുന്നതിന് മുൻപ്, എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുന്ന കാലത്ത്, ബ്രിട്ടീഷ് കാലഘട്ടത്തിനും മുൻപ്, ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സമൂഹം മതനിരപേക്ഷമായിരുന്നു. അതാണ് പ്രത്യേകത. എത്ര പ്രാചീനമായ ചരിത്രത്തിലേക്ക് കടന്നു പോയാലും വർഗീയതയ്ക്കും മതസ്പർദ്ധയ്ക്കും നമ്മുടെ നാട്ടിൽ വേരുകളില്ല എന്നതാണ് സത്യം. മതം, വിശ്വാസം ഇതെല്ലാം വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമായാണ് എല്ലാ കാലത്തും ഇന്ത്യൻ സമൂഹം കണക്കാക്കിയത്. മതപരമായ ശത്രുതയും സംഘർഷവുമല്ല നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാവരും സാഹോദര്യത്തോടെ കഴിഞ്ഞ ഒരു സംസ്കൃതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ. ഇപ്പൊ ചില ആളുകളുടെ ധാരണ BJP ഇന്ത്യയിലെ ഹിന്ദുവിന്റെ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. അല്ല, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവന്റെ രാഷ്ട്രീയ പാർട്ടിയല്ല BJP. BJP ഇന്ത്യയിലെ വർഗീയവാദിയായ ഹിന്ദുവിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും വർഗീയവാദികളല്ല, അവർ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഹൈന്ദവ സംസ്കൃതി തന്നെ ഉൾക്കൊള്ളലിന്റേതാണ്, സഹിഷ്ണുതയുടേതാണ്, അതല്ലാതെ സ്പർദ്ധയുടേതല്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇപ്പൊ സൗദി അറേബ്യയിലെ സിനിമയൊക്കെ മാമാങ്കം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും. അതൊരു ചരിത്രമാണ്. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽപ്പെട്ട തിരുനാവായയിലായിരുന്നു മാമാങ്കം. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വാണിജ്യമേളയാണ് യഥാർത്ഥത്തിൽ. അതാണ് മാമാങ്കം. വാണിജ്യമേള എന്നാൽ ലോകമെമ്പാടുമുള്ള വ്യാപാരികൾ വന്നുകൂടുന്ന സ്ഥലമാണ്. നമുക്ക് സിനിമ വിടാം. ഞാൻ ആ ചരിത്രത്തെ കുറിച്ച് ഇവിടെ ഓർമ്മിച്ചത്, അന്ന് വാണിജ്യാഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നാടിന്റെ സവിശേഷമായ ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടും എത്തിക്കാൻ കഴിയും. പക്ഷെ അന്ന് നമ്മുടെ നാട്ടിലെ ഹൈന്ദവർക്കിടയിൽ പ്രബലമായ ഒരു വിശ്വാസവും ആചാരവും ഉണ്ടായിരുന്നു. കടൽ കടന്നു പോകാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. കടൽ കടന്നു പറഞ്ഞാൽ അന്ന് വ്യോമമാർഗമില്ല, പുഷ്പവിമാനം പുസ്തകത്തിലേ ഉള്ളൂ, ആകാശത്തില്ല. അപ്പൊ കപ്പൽ കടന്നു വേണം പോകാൻ. അങ്ങനെ കടൽ കടന്നു പോയാൽ അത് ആചാരത്തിന്റെ എതിരാണ്, ഭ്രഷ്ട കൽപ്പിക്കും. പിന്നെ സമൂഹവും വീടും ഉൾക്കൊള്ളില്ല.
അത് തെറ്റായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നാട്ടിലെ കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ അത് ലോകവിപണിയിലേക്ക് എത്തണമെങ്കിൽ ഉരുവിലും കപ്പലിലുമൊക്കെയായി കടൽ കടന്ന് കൊണ്ടുപോകണം. കടൽ കടന്നാൽ പുറത്ത് വരികയും ചെയ്യും. ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം ഉണ്ടാവണം? സാമൂതിരിയുടെ എല്ലാം കാലഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് നാടിന്റെ വാണിജ്യാഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും എന്ന അന്വേഷണത്തിന്റെ ഒടുവിൽ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് മാർഗം? കടൽ കടന്നു പോകുന്നത് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടേണ്ട കുറ്റമാകുന്നത്, ആചാരലംഘനമാകുന്നത് ഹൈന്ദവർക്കാണ്. അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈന്ദവനല്ലാതായി മാറിയാൽ വളരെ എളുപ്പമാണ്. അപ്പൊ അതിന് കണ്ടുപിടിച്ച ഉപായമാണ് പ്രധാനമായും അന്ന് ആ പ്രദേശത്ത്, ആ തീരപ്രദേശങ്ങളിൽ ഒരു കുടുംബത്തിൽ ഒരാൾ മുസ്ലിമാണ്. അതായിരുന്നു ഉപായം. കുടുംബം ഹിന്ദു കുടുംബമാണ്, പക്ഷെ കച്ചവടം നടത്തണം, അത് കടൽ കടന്ന് പോകണം. അപ്പോ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഹിന്ദു അല്ലാതായി മാറി. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾ മുസ്ലിമായി മാറി എന്നാണ് ചരിത്ര രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്ര അനായാസമായി, അത്ര ലളിതമായി ഉയർന്നു വന്ന പ്രശ്നങ്ങളെ പരിഹരിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? AD 52 സെന്റ് തോമസ് കേരളത്തിലേക്ക് വരുന്നത്. സെന്റ് തോമസ് വരുന്നതിന് മുൻപ് ക്രൈസ്തവ മതം അവിടെ ഇല്ല. സെന്റ് തോമസ് വന്നതിന് ശേഷം അതിന്റെ അർത്ഥം എന്താണ്? സെന്റ് തോമസ് വന്നപ്പോ അന്ന് ക്രൈസ്തവരല്ലാതിരുന്നവർ, അന്ന് അവിടുത്തെ ഹിന്ദുക്കൾ, അവർ മാത്രമാണ്. പുതിയൊരാശയം, പുതിയൊരു വിശ്വാസം, പുതിയൊരു മതം കടന്നു വരും. അതിനെ അകറ്റി നിർത്തുകയല്ല ചെയ്തത്, അതിനെതിരെ വാളെടുക്കുകയല്ല ചെയ്തത്. അതിനെ വളരെ കൗതുകത്തോടെ സ്വീകരിക്കുകയും ആ ആശയങ്ങളിൽ തൽപരരായവർ അതിന്റെ ഭാഗമായി ചേരുകയുമാണ് ചെയ്തത്. മാലിക് ദിനാറും ശിഷ്യന്മാരും നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുൻപ് ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പള്ളി ചേരമാൻ പള്ളിയാണ് അവിടെ സ്ഥാപിക്കുന്നത്. എല്ലാം സ്വീകരിച്ച ചരിത്രമാണ്, എല്ലാം ഉൾക്കൊണ്ടതാണ്. അതിനിടയിൽ സാഹോദര്യത്തിന്റെ അംശമാണ് ഏറ്റവും പ്രസ്താവ്യമായി. അങ്ങനെ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളിൽ സാഹോദര്യ ഭാവം പുലർത്തിയിരുന്ന ഒരു സംസ്കൃതിയും രാജ്യവും നാടുമാണ് നമ്മുടെ. അത് ചരിത്രത്തിലെമ്പാടും അങ്ങനെയാണ്. ഇപ്പൊ ഹൈസ്കൂളിൽ ഹിസ്റ്ററി പഠിക്കുമ്പോ അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിക്കും. അശോക ചക്രവർത്തിയുടെ പ്രത്യേകത കലിംഗ യുദ്ധാനന്തരം ബുദ്ധമതം സ്വീകരിച്ച രാജാവ് എന്നാണ് നമ്മൾ പഠിക്കുക. കലിംഗ യുദ്ധം ചരിത്രത്തിലെ പ്രസിദ്ധമായ യുദ്ധമാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ടും രാജഭരിതമായ മനസ്സോടെ ബുദ്ധമതം സ്വീകരിക്കുകയല്ല ചെയ്തത്. യുദ്ധത്തിൽ ജയിച്ചു, വിജയശ്രീലാളിതനായി. അങ്ങനെ യുദ്ധഭൂമി കാണാൻ ചക്രവർത്തി വരികയും അവിടെ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ വല്ലാതെ തകർത്തു കളഞ്ഞു. അതാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് വരുന്ന സൈനികരുടെ ചതഞ്ഞരഞ്ഞ മൃതശരീരങ്ങൾ, ഒഴുകിപ്പടരുന്ന രക്തം, ഉറ്റവരുടെയും ഇടയവരുടെയും വിലാപങ്ങൾ, കണ്ണുനീരും ചോരയും കൂടിക്കലർന്ന യുദ്ധഭൂമി കണ്ടപ്പോഴാണ് ഭൗതികമായ വിജയങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അശോകൻ തിരിച്ചറിയുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള ജയപരാജയങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത ഔന്നത്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് വളരുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ത്യാഗത്തിന്റെ മതമാണ് ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധമതം സ്വീകരിച്ചു എന്നാണ് നമ്മൾ പുസ്തകത്തിൽ വായിക്കുക. അതൊരു സംസ്കൃതവൽക്കരിക്കപ്പെട്ട മലയാള പ്രയോഗമാണ്. സത്യം മതം മാറി എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ എഴുതിയിട്ടില്ല. ബുദ്ധമതം അല്ലാത്തതുകൊണ്ടാണല്ലോ ബുദ്ധമതം സ്വീകരിക്കേണ്ടി വന്നത്. ഞാനിതിവിടെ പരാമർശിക്കാൻ കാരണം അന്ന് ന്യൂനപക്ഷത്തിന്റെ മതമാണ് ബുദ്ധമതം, ഭൂരിപക്ഷത്തിന്റെ മതമല്ല. രാജാവ് ന്യൂനപക്ഷ മതത്തിലേക്ക് മാറി, പക്ഷെ അതിന്റെ പേരിൽ ഒരു കലാപവും ഉണ്ടായില്ല. അങ്ങനെ ചരിത്രത്തിലില്ല. രാജാവ് മതം മാറിയിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉത്കണ്ഠയും ഉണ്ടായിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു ഔന്നത്യം പൗരാണിക കാലത്ത്, ക്രിസ്തുവിന് മുൻപാണ് നമ്മുടെ നാട്ടിലുണ്ടായി. അത് കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞാണ് മുഗൾ ഭരണം ഉണ്ടാവുന്നത്. മുഗൾ ഭരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാം. 317 സംവത്സരങ്ങൾ മുഗൾ ഭരണം നമ്മുടെ രാജ്യത്തുള്ളത്. അന്ന് മുഗൾ രാജാക്കന്മാർ പ്രതിനിധാനം ചെയ്ത മതം
അവിടെ ന്യൂനപക്ഷത്തിന്റെ മതമാണ് അന്ന്. പക്ഷെ അതൊരു സംഘർഷത്തിനും വഴിവരുന്നിട്ടില്ല. ഭരിക്കുന്നവന്റെ ജാതിയും മതവും ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധയിലേക്കോ സംഘർഷത്തിലേക്കോ നമ്മുടെ നാടിനെ നയിച്ചിട്ടില്ല. 1787 പ്ലാസി യുദ്ധാനന്തരമാണ് ബ്രിട്ടീഷ് മേധാവിത്വം ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്നത്. ആദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരകാലം വരെ 1887 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റും നമ്മുടെ രാജ്യം ഭരിച്ചു. ബ്രിട്ടനെതിരെ തീക്ഷ്ണമായ സമരങ്ങൾ ഒരുപാടുണ്ടായി നമ്മുടെ നാട്ടിൽ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, ഗുജറാത്ത് മുതൽ ആസാം വരെ, ആസേതു ഹിമാചൽ മാറ്റിടിച്ച 1000 സമരങ്ങൾ. ആ മഹാസമരങ്ങളിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച നമ്മുടെ പൂർവികർ നാട് കടത്തപ്പെട്ടു, ജയിലടക്കപ്പെട്ടവർ, എല്ലാ ധാരകളിലും പെട്ടവർ സമരരംഗത്ത് അണിനിരുന്നു. നമ്മുടെ എത്രയോ പൂർവികർ കൊല്ലപ്പെട്ടു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സഖാവ് AKG ജയിലിലായിരുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരവേൽക്കേണ്ടി വന്ന നേതാവാണ് AKG. AKG ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇതിലൊന്നും പെടാത്ത വ്യത്യസ്തമായ ധാരകൾ ഒക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. അത്തരത്തിലുള്ള മഹത്തായ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിൽ നിന്നും ഭരണ നിർവഹണത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഗവർണർ ജനറൽമാർ, ഡിസ്ട്രിക്ട് ബോർഡ് കളക്ടർമാർ, ജുഡീഷ്യൽ ഓഫീസർമാർ, അവരെല്ലാം മതപരമായി ചിന്തിച്ചാൽ ആരായിരുന്നു? ക്രൈസ്തവരായി, ക്രിസ്ത്യാനികളായി. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മൗണ്ട് ബാറ്റണും കണ്ണിങ്ങും ഇർവിനും മുണ്ടേവും ചെംസ്ഫോർഡും HB കരോലിയും എല്ലാവരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ 1% ഉണ്ടാവില്ല. 1% പോലുമില്ലാത്ത ക്രൈസ്തവന്റെ പ്രതിനിധി ഞങ്ങളെ ഭരിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ആരും ചോദിച്ചിട്ടില്ല. മതം ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ബ്രിട്ടനെതിരെ തീക്ഷ്ണമായ സമരം നടക്കുമ്പോഴും ബ്രിട്ടീഷുകാരുടെ മതം ആ സമരത്തിന് ഇന്ധനം പകരാനുള്ള വിഷയമായി നമ്മൾ സ്വീകരിച്ചിട്ടില്ല. നമ്മൾ മതത്തെ തൊട്ട് കളിക്കാൻ പോയിട്ടില്ല. മതമെല്ലാം സ്വകാര്യമാണ്, അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അതിനുവേണ്ടി ഞങ്ങൾ പോരാടും, ഞങ്ങൾ ഏറ്റുമുട്ടും. പക്ഷെ നിങ്ങളുടെ മതത്തെ ആക്ഷേപിക്കാൻ ഞങ്ങളില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. മതപരമായ സ്പർദ്ധ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മതനിരപേക്ഷതയുടെ മഹിതമായ പാരമ്പര്യത്തെ എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാർലമെന്ററി ജനാധിപത്യം ഇന്ത്യയിൽ നിലവിലുന്നു. ഇന്ത്യ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. 1952 ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പോടെ ജാതി മതം നോക്കിയിട്ടല്ല ആരും വോട്ട് ചെയ്തത്. മതനിരപേക്ഷമായിരുന്നു വോട്ട്. 5% മാത്രം മുസ്ലിങ്ങളുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ. ആ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു. ആർക്കും ഒരു തലവേദന ഉണ്ടായിട്ടില്ല. ആ നാട് ഇത് കയ്യിൽ കെട്ടി സ്വീകരിക്കുകയാണ്. അബ്ദുൽ ഗഫൂർ ഒരിക്കൽ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി. മതനിരപേക്ഷമായ തെരഞ്ഞെടുപ്പിന്റെ മകുടോദാഹരണങ്ങളായിരുന്നില്ല. ഇന്ത്യ രാജ്യമായ ഒരു മുസ്ലിം സ്ത്രീ വനിത മുഖ്യമന്ത്രിയായ ആസാമിലാണ്. ഡോക്ടർ സൈദ അൻവർ തൈമൂർ. ചെറു ന്യൂനപക്ഷമായിരുന്നു നമ്മുടെ. കേരളത്തിന്റെ ഗവർണറായിരുന്ന MOH ഫാറൂഖ് 3 തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായി. മഹാരാഷ്ട്ര തീവ്രമായ ഹിന്ദു വർഗീയതയുടെ പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയുടെ മണ്ണിൽ പോലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് അബ്ദുൾ റഹ്മാൻ അബ്ദുലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ എത്ര അനുഭവങ്ങൾ. കേരളത്തിൽ 2 മാസം തികച്ചില്ലെങ്കിലും CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി. 37ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ നേതാവിന്റെ പേര് കേരളത്തിൽ AK ആന്റണി എന്നാണ്. ആരും ജാതിയും മതവും അസ്വസ്ഥമാക്കിയില്ല. താക്കോൽ സ്ഥാനത്തിന് ഭൂരിപക്ഷ സമുദായക്കാരൻ വേണം എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി അന്ന് പ്രസ്താവന ഇറക്കിയിട്ടില്ല. അന്ന് ആ പ്രസ്താവന ഇറക്കാതിരുന്ന അന്ന് NSS ജനറൽ സെക്രട്ടറി ഇല്ലായിരുന്നു. ചില ആളുകൾ പറയുന്നു അന്നത്തെ NSS ജനറൽ സെക്രട്ടറി വളരെ ഉന്നതമായി ചിന്തിക്കുന്ന ആളായതുകൊണ്ടാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ ഒന്നുറപ്പാണ്,
അന്നത്തെ NSS ജനറൽ സെക്രട്ടറിയുടെ വ്യക്തിപരമായ ഔന്നത്യം മാത്രമല്ല ഘടകം. ആരായിരുന്നാലും ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ അന്ന് കേരളത്തിൽ കഴിയുമായിരുന്നില്ല, അന്ന് ഇന്ത്യയിൽ കഴിയുമായിരുന്നില്ല. എന്നാൽ NSSന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു പ്രയോഗം വന്നല്ലോ. ഭരിക്കുന്നവരുടെ ജാതിയും മതവും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. രാജ്യത്തിന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ഞാൻ ഈ പറഞ്ഞു നോക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷമാണ് സിഖ് സമുദായം. ആ സമുദായത്തിൽ നിന്ന് വന്ന ഗ്യാനി സൈൽ സിംഗ് ഇന്ത്യയുടെ പ്രസിഡന്റായി. ഒരു ദശാബ്ദം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 10 കൊല്ലം. അദ്ദേഹത്തെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം സിഖുകാരനാണ്. താടിയുണ്ട്, തലപ്പാവുണ്ട്. ആരെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഒരു ദശാബ്ദം മൻമോഹൻ സിംഗ് ഇരുന്നപ്പോ ഒരു ചെറു ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രതിനിധിക്ക് എങ്ങനെ ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ആരും ചോദിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു തലപ്പാവുണ്ട് എന്നതിന്റെ പേരിലല്ല, അദ്ദേഹത്തിന്റെ തലയിൽ തലപ്പാവേ ഉള്ളൂ എന്നതിന്റെ പേരിലാണ് അന്ന് ഇന്ത്യയിൽ സമരം നടന്നിട്ടുള്ളത്. വേറെ മതം ഒരു ചർച്ചാ വിഷയമായി. നയങ്ങൾ ചോദ്യം ചെയ്യുന്നത്, നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. മതം പ്രശ്നമായിരുന്നില്ല, അതൊരു വിഷയമേ ആയിരുന്നില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ സ്വഭാവം മാറിപ്പോകും. അത് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്നത്തെ ആശങ്കകളുടെ അടിസ്ഥാനം എന്താണ്? ഇന്നത്തെ ആശങ്കകളുടെ അടിസ്ഥാനം ഇന്ത്യയെ തകർക്കാനുള്ള നീക്കം ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നു എന്നതാണ്. രാജ്യത്തിന്റെ ശത്രുക്കളായി ഗവൺമെന്റ് മാറുമോ? അതൊരു ചോദ്യമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ശത്രുവായി ഭരണാധികാരി മാറുമോ? ചരിത്രത്തിൽ അങ്ങനെ മാറിയ അനുഭവങ്ങളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഉഗാണ്ട ഭരിച്ചിരുന്ന ഈദി അമീൻ, അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതി കിട്ടി. ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഈദി അമീനെ ഒരു ജനതയാകെ വെറുത്തു അദ്ദേഹം. അങ്ങനെ ഇരിക്കെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, എനിക്ക് തോന്നുന്നു 1979 ടാൻസാനിയൻ സൈന്യം ഉഗാണ്ട ആക്രമിച്ചു. സ്വാഭാവികമായി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന രാജ്യത്തിനെതിരായി ജനങ്ങളുടെ വികാരം ഉയരും, സ്വാഭാവികം. പക്ഷെ ചരിത്രത്തിലെ അപൂർവമായ ഒരു സന്ദർഭമായി ആക്രമണം മാറി. ടാൻസാനിയൻ സൈന്യം ഉഗാണ്ടയെ ആക്രമിച്ചപ്പോൾ ഉഗാണ്ടയിലെ പൗരന്മാർ ടാൻസാനിയൻ പട്ടാളത്തിന്റെ കൂടെ ചേർന്നു. ഈദി അമീനെ അടിച്ചോടിച്ചു. സ്വന്തം രാജ്യത്തിന്റെ ഭരണാധികാരിയെ ശത്രു രാജ്യത്തിന്റെ സൈന്യത്തോടൊപ്പം ചേർന്ന് ആ ജനത അട്ടിപ്പറിച്ചു. ഉഗാണ്ടയിൽ നിൽക്കക്കള്ളിയില്ലാതെ ഈദി അമീൻ പലായനം ചെയ്തു. ഇത് ചരിത്രത്തിലെ ഒരു അനുഭവമാണ്. സ്വന്തം ജനതയെ ശത്രുക്കളായി കണക്കാക്കുന്ന, സ്വന്തം ജനതയെ വേട്ടയാടുന്ന, രാജ്യവിരുദ്ധരായി മാറുന്ന ഭരണാധികാരികൾക്ക് ഏത് അനുഭവമാണ് കാത്തിരിക്കുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിനെ വേറെ ഒന്നുമായി നിങ്ങൾ കുട്ടി വായിക്കേണ്ടത്. അങ്ങനെയും ചില അനുഭവങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ട് എന്ന് ഓർത്തു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പൈതൃകത്തിനെതിരായി, ഇന്ത്യയുടെ പാരമ്പര്യത്തിനെതിരായി, ഇന്ത്യയുടെ മൗലികമായ ഭാവങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം അടിസ്ഥാനപരമായി ഇന്ത്യയെ തകർക്കുന്ന നിയമം, നമ്മുടെ രാജ്യത്തിനെതിരായ നിയമം. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇപ്പൊ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ആളുകളുണ്ടാവും. RSS ഒരു പ്രത്യേക ഘട്ടത്തിൽ രൂപപ്പെടുത്ത സംഘടനയാണ്. 925 RSS രൂപീകരിക്കുന്നത്. 925 എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീക്ഷ്ണമായ സമരങ്ങൾ അണപൊട്ടി ഒഴുകുന്ന ഒരു കാലമാണ്. സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ജനങ്ങളാകെ സമരമുഖങ്ങളിൽ സ്വന്തമെന്ന വാക്ക് മറന്ന് ഏത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായി സമരമുഖങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് RSS പിറന്നു വീഴുന്നത്. പക്ഷെ നിങ്ങൾ നോക്കൂ, RSSന്റെ ചരിത്രത്തിൽ എവിടെയും ഒരു പ്രകടനം നടത്തിയതായി കാണാനാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, ഒരു മുദ്രാവാക്യം വെച്ചിട്ടില്ല. RSS പ്രവർത്തകനായ ഒരാളുടെയും രോമത്തിന് പോലും പോർലേറ്റ ഒരനുഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലില്ല. അതെന്തുകൊണ്ടാണെന്ന് ഉത്കണ്ഠപ്പെടുന്നവരുണ്ടാവും.
അതിൽ ഉത്കണ്ഠ വേണ്ട. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ സംഘടനകളുടെയും ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നുവെങ്കിൽ RSSന്റെ ലക്ഷ്യം അതായിരുന്നില്ല. RSSന് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സംഘടന ഏത് ലക്ഷ്യത്തിനു വേണ്ടി രൂപം കൊള്ളുന്നുവോ ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുക, അല്ലെ? ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുക. മത്സ്യത്തൊഴിലാളികളുടെ സംഘടന ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൂട്ടാൻ വേണ്ടി സമരം ചെയ്യുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. RSS ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാത്തത് RSSന്റെ രൂപീകരണ ഉദ്ദേശം വ്യത്യസ്തമായതുകൊണ്ടാണ്. അതെന്താണ് രൂപീകരണ ഉദ്ദേശം? അത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം നമ്മൾ എടുക്കും. ഇന്ത്യയിൽ പട്ടികജാതിക്കാരും ആദിവാസികളും ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു നാട് മഹാരാഷ്ട്രയാണ്. ഇന്നും അത് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിലെമ്പാടും അംബേദ്കറുടെ പ്രതിമകളുണ്ട്. പ്രതിമകൾക്ക് ജീവനില്ല. അംബേദ്കറുടെ പ്രതിമകൾ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ തന്നെ പാവപ്പെട്ട പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഏറ്റവും നികൃഷ്ടമായ വിവേചനങ്ങളെ നേരിടുന്ന ഒരു നാടായി ഇപ്പോഴും മഹാരാഷ്ട്ര തുടരുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 1920കളിൽ മഹാരാഷ്ട്രയിലെ പട്ടികജാതിക്കാരും ആദിവാസികളും ഉണർന്നെഴുന്നേറ്റു. അവർക്കിടയിൽ പുതിയൊരു സംഘബോധം ശക്തി പ്രാപിച്ചു. അവർ സംഘടിതരായി മാറി. സത്യശോധക് സമാജ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. മഹാത്മാ ജ്യോതി ബഹുലയെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതിന് നേതൃത്വം കൊടുത്തു. പതിറ്റാണ്ടുകളായി തങ്ങളെ കെട്ടിയിട്ട ചങ്ങലകൾ തകർത്ത് അടിച്ചമർത്തപ്പെട്ടൊരു ജനവിഭാഗം ഉയർന്നെഴുന്നേറ്റു. അവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അവിടുത്തെ മഹാരാഷ്ട്രയിലെ സവർണ മേധാവിത്വം ഞെട്ടിപ്പിറച്ചു. ഇന്നലെ വരെ അടിമകളായി കണ്ട ഒരു ജനവിഭാഗം മുട്ടുമുളയ്ക്കാതെ നിവർന്നു നിന്ന് തങ്ങൾക്കെതിരെ ചോദ്യം ചോദിക്കുകയാണ്. ഇനി അവരെ അടിച്ചമർത്താനാവില്ല എന്ന് സവർണ മേധാവിത്വം ഭയപ്പാടോടെ തിരിച്ചറിയുകയാണ്. അത് സഹിക്കാനാവുന്നില്ല, ഉൾക്കൊള്ളാനാവുന്നില്ല. അടിമകളെ പോലെ കണക്കാക്കിയ ഒരു വിഭാഗം ഇനി മുതൽ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന തോന്നൽ മഹാരാഷ്ട്രയിലെ സവർണ മേധാവിത്വത്തെ വല്ലാതെ നിരാശപ്പെടുത്തി. ഇത് വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു. അതിന്റെ മുൻപിൽ നിന്നത് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണർക്കിടയിൽ ഏറ്റവും ഉന്നതർ എന്ന് കരുതപ്പെടുന്ന ചിപ്പാവൻ എന്ന പ്രത്യേക ബ്രാഹ്മണ ഗോത്രമാണ്. ആ ഗോത്രത്തിലെ പ്രമാണിമാർ കൂടിയിരുന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഈ സംഘശക്തിയെ തകർക്കാൻ ഒരു സ്വകാര്യ സേന ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അവരെ അടിച്ചമർത്താൻ എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി അടിച്ചമർത്താനല്ല, കായികമായി തന്നെ അടിച്ചു ഒതുക്കാൻ ഒരു സ്വകാര്യ സേന വേണം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1925 കേശവബലിറാം ഖഡ്ഗെവാറിന്റെ നേതൃത്വത്തിൽ ഈ സവർണ മേധാവികളുടെ ആ വിഭാഗത്തിൽ നിന്നും കുറച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പേരിൽ ഒരു സംഘടന ആരംഭിച്ചു. അത് കായികമായ ആക്രമണത്തിന് വേണ്ടിയുള്ള സംഘടനയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗുണ്ട സംഘമാണ്. പട്ടികജാതി പട്ടികവർഗക്കാരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ ജന്മമെടുത്ത ബ്രാഹ്മണ സവർണ മേധാവിത്വത്തിന്റെ ഒരു സ്വകാര്യ ഗുണ്ടാ സംഘമാണത്. ആ ഗുണ്ടാ സംഘത്തിലാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത്. അവരുടെ രൂപീകരണ ഉദ്ദേശം ഇതാണ്: പട്ടികജാതിക്കാരനെ അടിച്ച് കാലുമുട്ടിക്കുക, അവരെ ചൊൽപ്പടിക്ക് നിർത്തുക, അവരെ അടിമകളാക്കി തുടരുക. അതാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് രൂപീകരിച്ചത്. അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല. RSSന്റെ രൂപീകരണത്തിന് ശേഷമാണ് ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത്. RSSന്റെ രൂപീകരണത്തിന് ശേഷമാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എണ്ണിയാൽ സമരങ്ങളുടെ വേദിയായി ഇന്ത്യ മാറുന്നത് 1925 ശേഷമാണ്. പക്ഷെ ഒരു സമരത്തിലും RSS പോയിട്ടില്ല. എന്ന് മാത്രമല്ല, ബ്രിട്ടനോട് യാതൊരു വിരോധവും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ രൂപം കൊണ്ട RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായ മാധവ സദാശിവ ഗോൾവോൾക്കറാണ് RSSന് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എഴുതിയുണ്ടാകും. RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു രേഖ എഴുതി ഉണ്ടാക്കുന്നത് ഗോൾവോൾക്കറാണ്. ഗോൾവോൾക്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട്,
ഈ രാജ്യത്തെ യുവാക്കളോട് നിങ്ങൾ ബ്രിട്ടനെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബ്രിട്ടനെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്, മറിച്ച് നിങ്ങളുടെ സമയം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരെ നിങ്ങൾ വിനിയോഗിക്കൂ എന്ന് അദ്ദേഹം എഴുതുന്നു. അദ്ദേഹം എഴുതിയ വിചാരധാരയാണ് RSSന്റെ സൈദ്ധാന്തിക ഗ്രന്ഥം. വിചാരധാരയുടെ 19, 20, 21 അധ്യായങ്ങളിൽ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആ ശത്രുക്കൾ 3 വിഭാഗത്തെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്ന് മുസ്ലിങ്ങൾ, ഒന്ന് ക്രിസ്ത്യാനികൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റുകൾ. ഈ 3 കൂട്ടർ ഇന്ത്യയുടെ ശത്രുക്കളാണ്. ആഭ്യന്തര ഭീഷണി എന്നാണ് പറയുന്നത്. ആഭ്യന്തര ഭീഷണിയാണ് ഈ 3 കൂട്ടർ. അതുകൊണ്ട് ഈ 3 കൂട്ടരെ കൊന്നൊടുക്കണം, തുടച്ചു നീക്കണം, ആട്ടി ഓടിക്കണം. ഇതാണ് RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യം. ഇത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയല്ല. വിചാരധാര മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കുരുക്ഷേത്ര പ്രകാശൻ, അത് പുസ്തകമായിട്ട് മലയാളത്തിൽ ലഭ്യമാണ്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ അറിയാം. രഹസ്യമായി RSS തങ്ങളുടെ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമല്ല. പരസ്യമായി ലോകത്തോട് അവർ പറയുകയാണ്, ഞങ്ങൾ സ്വപ്നം കാണുന്ന ഇന്ത്യയിൽ ഈ 3 കൂട്ടരില്ല, ഇവരെ ഞങ്ങൾ ഇല്ലാതാക്കണം. അതാണ് ഇപ്പോഴാണ് രാഷ്ട്രീയമായി ഇന്ത്യയിൽ, ഇപ്പോഴും രാജ്യസഭയിൽ ഭൂരിപക്ഷമായില്ലെങ്കിലും കൃത്രിമമായി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്നു, വിലക്കെടുക്കാൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതാനും ഇന്ത്യയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാനും, അങ്ങനെ തങ്ങൾ സ്വന്തം കാണുന്ന ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനും ഇപ്പൊ അവർക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ആ അവസരം അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആദ്യപടിയാണ് പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തെ കുറിച്ച് ന്യായീകരിക്കാൻ എന്തെല്ലാം കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. RSS അവരുടെ കായികമായ പ്രവർത്തനങ്ങൾ, അവരുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ അത് നോക്കി പഠിച്ചത് മുസോളിനിയിൽ നിന്ന്. മുസോളിനിയുടെ കൈക്കുപ്പായക്കാരുടെ സേന എന്നൊരു സൈന്യം ഉണ്ടായി. അവരുടെ ഡ്രില്ലൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർ മുഞ്ചെ എന്ന RSSന്റെ പഴയ നേതാവ് ഇറ്റലിയിൽ പോയി മുസോളിനിയെ കണ്ട് സൈനിക താവളം സന്ദർശിച്ച് പരിശീലനങ്ങൾ കണ്ടുപിടിച്ച് സംഘടനാ സംവിധാനം, ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ മനസ്സിലാക്കി അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പകർത്തുകയാണ് RSSന്റെ സംഘടനാ സംവിധാനം തയ്യാറാക്കി. ആശയ അടിത്തറ ഗോൾവൾക്കർ ഹിറ്റ്ലറിൽ നിന്ന് പകർത്തിയത്. ഹിറ്റ്ലർ എങ്ങനെയാണോ ജർമ്മനിയിലെ ജൂതന്മാരെ കൊന്നൊടുക്കിയത്, അതിനെ മാതൃകയായി സ്വീകരിക്കണം എന്ന് പച്ചയായി പറയുന്നു. അങ്ങനെയാണ് RSS ഉണ്ടാക്കിയത്. ആ ഹിറ്റ്ലറുടെ ആശയവും മുസോളിനിയുടെ സംഘടനയും ഒന്നുചേർന്ന RSS ആണ് നമ്മുടെ രാജ്യത്തിപ്പോ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. അതിൽ ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം കള്ളം പറയുക, പച്ച കള്ളം പ്രചരിപ്പിക്കുക, ആവർത്തിച്ച് കളവ് പറയും. ഇപ്പോ TV ചാനലിലൊക്കെ RSSന്റെ നേതാക്കന്മാർ വന്ന് വിശദീകരിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ ഇപ്പൊ ജീവിക്കുന്നവർക്കാർക്കും ഈ പൗരത്വ ഭേദഗതി നിയമം ഒരു പ്രശ്നമില്ല. ആവർത്തിച്ച് പറയുകയും അസാധാരണമായ മണ്ടന്മാർ കൂടിയാണെന്നുള്ളത് കൊണ്ട് ഈ കളവ് പറയാൻ ഒരു സങ്കോചവുമില്ല. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ദേശീയ പൗരത്വ രജിസ്റ്റർ ആസാമിൽ നടപ്പാക്കി, ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ളതാണ് എന്ന് അമിത് ഷാ പറഞ്ഞു. ഇന്ത്യ മുഴുവൻ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയായി ആസാമിൽ നടപ്പാക്കി. ഇത് നടപ്പാക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമ്മൾ പൗരത്വം തെളിയിക്കണം. ജാതിമത ഭേദമന്യേ എല്ലാവരും പൗരത്വം തെളിയിക്കണം. എങ്ങനെയാണ് പൗരത്വം തെളിയിക്കേണ്ടത്? വോട്ടർ ID കാർഡ് പോരാ, അത് പൗരത്വ രേഖയാണ്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. നിങ്ങൾ വോട്ട് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കും. പക്ഷെ നിങ്ങൾക്ക് പൗരന്മാരാണ് നോക്കിയിരിക്കും. വോട്ട് ചെയ്ത് പ്രധാനമന്ത്രി ആരാകണം എന്ന് വരെ തീരുമാനിക്കാൻ കഴിയുന്ന പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പ് വോട്ടർ കാർഡ് കൊടുക്കും. പക്ഷെ പൗരത്വ രേഖയല്ല പോലും. ആധാർ പൗരത്വ രേഖയാണ്. പാസ്പോർട്ട്, നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ആദ്യത്തെ പേജിൽ ചോദിക്കുന്നുണ്ട് നാഷണാലിറ്റി ഇന്ത്യൻ എന്നാണ്. പക്ഷെ അത് പൗരത്വ രേഖയല്ല പോലും. പിന്നെ പൗരത്വ രേഖ എന്താണ്? ഏതാണ്? നിങ്ങളുടെ പൂർവികന്മാർ, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ, നിങ്ങളുടെ ഉപ്പൂപ്പമാർ
ഇന്ത്യയിൽ ജനിച്ചു എന്നതിന്റെ രേഖ എവിടുന്ന് കൊണ്ടുവരും? 951 മുമ്പ് നിങ്ങളുടെ പുതുമുത്തച്ഛൻ ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതിന്റെ രേഖ പലരുടെയും പൂർവികന്മാരുടെ ജീവിച്ചിരിക്കുന്നതേ ഉണ്ടാവില്ല. എവിടെ പോയിട്ട് രേഖ കൊണ്ട്? അങ്ങനെ രേഖ കൊടുക്കാൻ കഴിയാത്തവരൊക്കെ പൗരന്മാരല്ലാതായി. അതാണ് പൗരന്മാരല്ലാതായി. അങ്ങനെ പൗരന്മാരല്ലാതായി മാറുന്നവരിൽ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, സിഖുകാർക്ക്, ജൈനന്മാർക്ക്, ബുദ്ധന്മാർക്ക് പൗരത്വം കൊടുക്കും. ഇങ്ങനെ പരത്തി പറയേണ്ട കാര്യമില്ല. ശ്രീകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ കൊടുക്കാവൂ. അത് ആസാമിൽ ഇപ്പൊ നടപ്പായി. അതിന്റെ ഭാഗമായാണ് ഫഖറുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബം ഇപ്പൊ ഇന്ത്യൻ പൗരന്മാരല്ല. ആരാണ് ഫഖറുദ്ദീൻ അലി അഹമ്മദ്? ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു, രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കുടുംബം ഇപ്പൊ ഇന്ത്യൻ പൗരന്മാരല്ല. ടെലിവിഷൻ ചാനൽ വന്നിട്ട് RSSന്റെ നേതാക്കന്മാർ പറയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നവും. ഇത് വെറുതെ നടക്കുന്ന സമയം. പതിറ്റാണ്ടുകൾ കാർഗിൽ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ പട്ടാളക്കാരൻ, പ്രസിഡന്റിന്റെ മെഡൽ നേടിയ മുഹമ്മദ് സനാഉള്ള ഖാൻ ഇന്ത്യൻ പൗരനല്ല. പട്ടാളത്തിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇന്ത്യൻ സൈനികനായി സേവനമനുഷ്ഠിച്ചു. ആ സേവനം വിശിഷ്ടമായ ഇന്ത്യൻ പ്രസിഡന്റ് മെഡൽ കൊടുത്തു. പക്ഷെ ഇപ്പൊ പറയാണ് നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല, നിങ്ങൾ തടങ്കൽ പാളയത്തിലേക്ക് പോകണം. സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച മുഹമ്മദ് അസ്മൽ ഹക്ക് ഇന്ത്യൻ പൗരനല്ല. ഞാൻ ചില പേരുകൾ പറഞ്ഞു വന്നു. അപ്പോഴും RSS വിശദീകരിക്കുന്നു ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ നാട് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ മതം പൗരത്വത്തിന്റെ മാനദണ്ഡമായി മാറുന്നു. അവിടെ മതനിരപേക്ഷത ഇല്ലാതാവുകയാണ്. ഇന്ത്യ ഇനി മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന് പറയാനാവില്ല. പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുകയാണ്. പൗരത്വത്തെ സംബന്ധിച്ച്, മതർത്തികളെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങളല്ല ഇന്ന് ലോകത്തെ നയിക്കുന്നത്. നമ്മുടെ ലോകം കൂടുതൽ വിശാലമായി മാറുകയാണ്. മനുഷ്യരുടെ മനസ്സ് കൂടുതൽ വിശാലമായി മാറുകയാണ്. മഹാത്മാഗാന്ധി പണ്ട് കണ്ടൊരു സ്വപ്നമുണ്ട്. പാസ്പോർട്ടും വിസയും ഇല്ലാതെ ലോകം മുഴുവൻ സഞ്ചരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായി പറയുന്നു. ആ സ്വപ്നം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെറും ഒരു സ്വപ്നമാണെന്ന് വരും. യാഥാർത്ഥ്യമല്ല എന്നല്ല. പക്ഷേ ഒരിക്കലും യാഥാർത്ഥ്യമാകാനിടയില്ലെന്ന് കരുതുന്ന സ്വപ്നങ്ങളും കാണാനും ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി പരിശ്രമിക്കാനും കഴിയുമ്പോഴാണ് ലോകം മുൻപോട്ട് പോവുക, വികസിക്കുക. അങ്ങനെ പലരും ഭാവനാസമ്പന്നമായ മഹത്തായ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും നമ്മുടെ ലോകം ഈ കാണുന്നത് പോലെയെങ്കിലും വികസിച്ചിട്ടുണ്ട്. അദ്ദേഹം മഹാത്മാഗാന്ധി അങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നിപ്പോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ കുറച്ചു നാൾ മുമ്പ് എന്റെ ഒരു സുഹൃത്ത് ഖത്തറിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇവിടെ വരാ, നമുക്ക് ഈ രാജ്യമൊക്കെ ഒന്ന് കാണാം, വിസ ഒന്നും കൊടുക്കണ്ട, നേരെ വന്നാലും. അപ്പൊ ഖത്തറിൽ ഇപ്പോ ഓൺ അറൈവൽ വിസയാണ്, അവിടെ പോയി ഇറങ്ങിയാൽ വിസ കിട്ടും. ഇപ്പൊ കെനിയയിൽ നിങ്ങൾക്ക് വിസ എടുക്കാതെ പോകാം, ഇക്വഡോറിൽ വിസ എടുക്കാതെ പോകാം, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പൊ വിസ എടുക്കാതെ പോകാം, അവിടെ പോയി ഇറങ്ങിയാൽ വിസ കിട്ടും. ലോകം മാറുകയാണ്. വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് ലോകരാജ്യങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ മഹാത്മാഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാവില്ലെന്ന് ആരുണ്ട്? പൗരത്വം കൊടുക്കുന്നതിന് ജാതിയും മതവും അപ്പൂപ്പറ്റ അടിയാധാരവും പരിശോധിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പറയുമ്പോ സൗദി അറേബ്യ കഴിഞ്ഞ വർഷം ഒരു റോബോട്ടിന് പൗരത്വം കൊടുത്തു. നിങ്ങളറിഞ്ഞ അതിന് സോഫിയ എന്ന് പേരിട്ട ഒരു ഹ്യൂമനോയിഡ് റോബോട്ട്, ഒരു യന്ത്ര മനുഷ്യൻ എന്ന് പറയുന്നത്, യന്ത്ര മനുഷ്യത്തി അല്ലെ, ഒരു റോബോട്ടിന് സൗദി അറേബ്യ പോലും. സൗദി അറേബ്യയെ കുറിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വിലയിരുത്തലും കാഴ്ചപ്പാടും എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്കൂ, ലോകരാജ്യങ്ങളിൽ ആദ്യമായി പൗരത്വത്തിന്റെ മേഖലയിൽ സൗദി അറേബ്യ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു. ഒരു റോബോട്ടിന്, ഒരു യന്ത്ര മനുഷ്യന് പൗരത്വം നൽകി. അത് ഒരു പുതിയ വിസ്മയമല്ലേ? ലോകം മാറുകയാണ്. ലോകം മാറി വരികയാണ്. ലിത്വാനിയുടെ തലസ്ഥാനമായ വിൽന്യൂസ് എന്നൊരു പട്ടണമുണ്ട്. ലിത്വാനിയ പഴയ സോവിയറ്റ് യൂണിയന്റെ റിപ്പബ്ലിക് ആയിരുന്നു, കിഴക്കൻ യൂറോപ്പിലാണ്.
സോവിയറ്റ് യൂണിയൻ തകർന്നു. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ലിത്വാനിയുടെ തലസ്ഥാന നഗരിയിൽ ഈ പറയുന്ന വിൽന്യൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ ഒസ്യൂപ്പീസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺഷിപ്പും ഒരു നദീതീരത്താണ്. അവിടെ താമസിക്കുന്നവരിലധികം കലാകാരന്മാരാണ്. ഒരു സായാഹ്നത്തിൽ അവരൊത്തുകൂടി വിശേഷങ്ങൾ പങ്കുവെച്ച് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇത്രേ മഹാത്മാഗാന്ധി പണ്ട് കണ്ടതുപോലെ ഒരു സ്വപ്നം. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു രാഷ്ട്രമായാലെന്താ? അതാണ് ചോദ്യം. ചെറിയ കാര്യമല്ല പറയുന്നത്. നമുക്കൊരു രാജ്യമായാലെന്താണ്? അപ്പൊ കൂട്ടുകാർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. അവർ ആ സായാഹ്നത്തിൽ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഒരു രാഷ്ട്രമാണ്. അവർ ആ രാജ്യത്തിന് ഒരു പേരിട്ടു, റിപ്പബ്ലിക് ഓഫ് ഒസ്യൂപ്പീസ്. ഒസ്യൂപ്പീസ് എന്ന വാക്കിന്റെ അർത്ഥം ബിയോണ്ട് ദ റിവർ എന്നാണ്. വിൽനിയ നദിയുടെ കരയിലാണ്. അപ്പോ വിൽനിയ നദിക്കരയിലുള്ള ഒരു കൊച്ചു ടൗൺഷിപ്പ് ഒസ്യൂപ്പീസ് ഒരു സായാഹ്നത്തിൽ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളൊരു രാജ്യമാണ്. 150 ഏക്കറിൽ താഴെയുള്ള ഒരു സ്ഥലമാകെ 7000 മനുഷ്യരുള്ളൂ. അതിൽ നല്ലൊരു പങ്ക് കലാകാരന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഭാവനാസമ്പന്നമായിട്ടൊരു സ്വപ്നം കാണുന്നത്. അവരൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി. ആ ഭരണഘടന വലിയ ലോഹ തകിടുകളിൽ ആലേഖനം ചെയ്ത് ഒസ്യൂപ്പീസിന്റെ തെരുവുകളിൽ പ്രദർശിപ്പിച്ചു. ആ ഭരണഘടനയൊക്കെ വളരെ ചിന്തോദ്ദീപകമാണ്. അത് നമ്മൾ വായിച്ചാൽ വളരെ നമ്മളെ ആവേശഭരിതരാക്കുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടനയിലെ പൗരന്റെ അവകാശമായി, മൗലികാവകാശമായി എഴുതി ചേർന്നിട്ടുള്ള ഒരു വാചകം കീഴടങ്ങാതിരിക്കാനുള്ള അവകാശം എന്നാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല, കൂടുതൽ പോകുന്നില്ല. അവർ സ്വന്തമായി ഒരു കറൻസി അച്ചടിച്ചു. അവർ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും തീരുമാനിച്ചു. പാർലമെന്റ് നിർമ്മിക്കാൻ ആവശ്യമായ പൈസ ഒന്നുമില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഒരു ചായക്കട പാർലമെന്റായി പ്രഖ്യാപിച്ചു. അവിടെ മന്ത്രിസഭ യോഗം ചേരാൻ അവരൊരു സൈന്യത്തിന് രൂപം കൊണ്ടു. ചെറിയ രാജ്യമാണ്, അപ്പൊ ചെറിയ സൈന്യം. 10 പേരാണ് സൈന്യം, 10 പേരുള്ള പട്ടാളം. നിങ്ങൾ നോക്കൂ, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ ലിത്വാനിയുടെ തലസ്ഥാന നഗരിയിൽ ഒരു കൂട്ടം മനുഷ്യരെ ഒത്തുകൂടി ഒരു കൊച്ചു ടൗൺഷിപ്പിനെ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച് ഭരണഘടന ഉണ്ടാക്കി, കറൻസി അച്ചടിച്ച്, പട്ടാളത്തെ ഉണ്ടാക്കി, പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയൊക്കെ തീരുമാനിച്ച് ഭരണം. ലിത്വാനിയ എന്ത് നിലപാട് സ്വീകരിച്ചു? അതാണ് നമ്മൾ നോക്കട്ടെ. ലിത്വാനിയ സ്വീകരിച്ച നിലപാടെന്താണ്? ലിത്വാനിയ, നിങ്ങൾ രാജ്യമാണെങ്കിൽ ആയിക്കോളൂ, ശരി, നിങ്ങൾ രാജ്യമായിരിക്കട്ടെ. ഇപ്പൊ 20 കൊല്ലമായി. കുറച്ചു വർഷം കഴിഞ്ഞപ്പോ ഒസ്യൂപ്പീസിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇനി പട്ടാളം വേണ്ട. പട്ടാളം എന്ന് പറഞ്ഞാൽ ഏത് പട്ടാളം? 10 പട്ടാളം. ഞങ്ങൾ സമാധാനവാദികളാണ്, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെയും ആരും ആക്രമിക്കുന്നില്ല. അതുകൊണ്ട് ശാന്തിയും സമാധാനവും പുലരുന്ന ഞങ്ങളുടെ റിപ്പബ്ലിക്കിന് സൈന്യം വേണ്ട. അവർ പട്ടാളത്തെ പിടിച്ചു. ഇപ്പൊ ഒസ്യൂപ്പീസിന് പട്ടാളമില്ല, സൈന്യമില്ല. അവരൊരു രാജ്യമായിട്ട് ഇങ്ങനെ പോവാണ്. അതേസമയം ലിത്വാനിയൻ ഗവൺമെന്റ് അവരുടെ പട്ടാളത്തെ ഇറക്കി. ഈ ആളുകളൊക്കെ വെടിവെച്ചു കൊണ്ടിരുന്നെങ്കിലും വിൽനിയ നദിക്കരയിൽ ഒരു വലിയ കണ്ണുനീർത്തുള്ളി പോലെ 100 കണക്കിന് മനുഷ്യരുടെ വലിയ ശ്മശാനം ഇന്നുണ്ടാവുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് രാജ്യാതിർത്തികളെ കുറിച്ചോ പൗരത്വത്തെ കുറിച്ചോ ഉള്ള ആകുലതകളല്ല ഇന്ന് ലോകത്തെ നയിക്കുന്നത്. ലോകം മാറി വരികയാണ്. കൂടുതൽ മനുഷ്യപ്പറ്റുള്ളവർ, കൂടുതൽ മനുഷ്യ സ്നേഹമുള്ളവർ, കൂടുതൽ വിശാലമായ മനസ്സുള്ളവർ ലോകത്തെ നയിക്കുകയാണ്. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പാഠമാണ് ലോകം ആവർത്തിച്ചത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ മാത്രമേ ലോകത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കൂ. എന്നാൽ ചിലയിടത്ത് സംഘർഷങ്ങൾ നിലനിൽക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി സംഘർഷം നിർഭരം. ആയിരക്കണക്കിന് സൈന്യത്തെ വിന്യസിച്ചിരിക്കുക. 2 രാജ്യങ്ങൾക്കിടയിൽ ശത്രുതയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥ. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് നമ്മൾ നീക്കിവെക്കുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ പട്ടാളത്തെ വിന്യസിക്കുന്നതിന് വേണ്ടി. പാകിസ്ഥാനും അങ്ങനെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ആയുധം വാങ്ങുന്ന ഒരേ കടയിൽ നിന്നാണ്, മനസ്സിലായി.
അതാണ് അതിന്റെ പ്രത്യേകത. അമേരിക്കയിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന്. അമേരിക്കയുടെ ദേശീയ വരുമാനത്തിന്റെ 39% വരുന്നത് ആയുധ കച്ചവടത്തിൽ നിന്ന്. തോക്ക് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ് അമേരിക്ക. മത്സരിച്ചിന്റെയും പാകിസ്ഥാനും ആയുധങ്ങൾ വാങ്ങുന്നു. പോർവിമാനങ്ങൾ, കവചിത വാഹനങ്ങൾ, അത്യന്താധുനികമായ ആയുധങ്ങൾ വാങ്ങുമ്പോൾ അമേരിക്ക സുഭിക്ഷമായി ജീവിക്കുകയാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നല്ല സൗഹൃദം ഉടലെടുത്താൽ അമേരിക്കയുടെ ആഫീസ് കൂട്ടിപ്പോകും. അതുകൊണ്ട് അമേരിക്കയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഈ സംഘർഷമാണ്. നമ്മൾ മത്സരിച്ച് ആയുധങ്ങൾ വാങ്ങുന്നു. എപ്പോഴെങ്കിലും ഈ രാജ്യങ്ങൾക്കിടയിൽ നല്ല സാഹോദര്യം ഉണ്ടായാലാണ് അപ്പൊ ഈ ആയുധങ്ങളുടെ ആവശ്യം വരുന്നു. ഈ സൈനിക വിന്യാസം വേണം. അപ്പൊ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ഒരിക്കൽ കണ്ടത് ഞാൻ ഓർക്കുന്നു. ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും അതിർത്തി പങ്കുവയ്ക്കുന്ന ജയ്ഗാവ് എന്നൊരു ഗ്രാമം. അതിലെ ഇന്ത്യൻ ഭാഗത്തിന് ജയ്ഗാവ് എന്ന് പറയും, ഭൂട്ടാന്റെ ഭാഗത്തിന് ഫുർസലിംഗ് എന്ന് പറയും. ഒരു ഗേറ്റാണ്. സദാസമയം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന ഒരു ഗേറ്റാണ്. ഗേറ്റിനപ്പുറം ഭൂട്ടാൻ, ഇപ്പുറം ഇന്ത്യ. ഇന്ത്യയുടെ ഭാഗത്ത് സൈനിക സാന്നിധ്യം. നിങ്ങൾ ഇരിക്കുന്ന പോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കസേര ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ ഇരിക്കുന്നു. അയാളുടെ കയ്യിൽ തോക്കുമില്ല. നമ്മുടെ പോലീസിന്റെ പോലെ ഒരു ലാത്തിയാണ്. അതാണ് ഇന്ത്യൻ ആർമി. അങ്ങേപ്പുറത്ത് ഭൂട്ടാന്റെ ഭാഗത്ത് പോയാൽ അതുമുണ്ട്. ഇനി ഏതെങ്കിലും പട്ടാളക്കാരുണ്ടോ എന്നറിയില്ല. നമ്മൾ പോകുമ്പോ അയാൾ ചായ കുടിക്കാൻ വേണ്ടി പോയതാണോ അറിയില്ല. എന്തായാലും അതേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല, ഒരു സംഘർഷവുമില്ല, പരമസൗഹൃദം. ഇത്തരമൊരവസ്ഥ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ ഉണ്ടായാൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാവും. ലക്ഷക്കണക്കിന് കോടി രൂപ സൈനികരെ വിന്യസിക്കാനും നമ്മുടെ ആയുധ സംവിധാനങ്ങളെ നവീകരിക്കാൻ ഉപയോഗിക്കുന്ന പണം ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പാകിസ്ഥാനും പറ്റും. രാജ്യം വികസിക്കും, പുരോഗമിക്കും. എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? നമ്മുടെ കുറ്റം മാത്രമല്ല, തുല്യ പങ്കാളിത്തം പാകിസ്ഥാനും. നോക്കൂ, കഴിവുകെട്ട ഒരു ഭരണാധികാരിക്ക് അതിർത്തിയിലെ സംഘർഷം അത്യാവശ്യമാണ്. OI വിജയൻ ധർമ്മപുരാണത്തിൽ എഴുതുന്നുണ്ട്, രാജാവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു, അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവുക എന്നത് ഒരു രാജതന്ത്രമാണ്. ഇപ്പൊ ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്? മേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് തുറക്കുകയാണ്. കൊച്ചിയിലെ BPCL വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. മാർച്ചിൽ വിൽക്കും എന്ന് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് വിൽക്കാം. രാജ്യസ്നേഹത്തെ കുറിച്ചാണ് അവർ പ്രസംഗിക്കുന്നത്. യഥാർത്ഥത്തിൽ BPCLന്റെ ചരിത്രം രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ BPCL ഇല്ല. ബർമ ഷെൽ കമ്പനി എന്ന ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി 1970-കളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈന്യത്തിന് ഇന്ധനം കൂടുതലായി ആവശ്യമായി വന്നു. അപ്പൊ ബർമ ഷെൽ കമ്പനിയോട് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു, ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി നിങ്ങൾ ഉത്പാദനം കൂട്ടണം. നമ്മുടെ പട്ടാളത്തിന് അതിർത്തിയിൽ നിലനിർത്താൻ ഇന്ധനം കൂടുതൽ വേണം. ബർമ ഷെൽ കമ്പനി അത് നിരസിച്ചു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റിന് നേരം വിളിക്കുന്നത്. ഒരു യുദ്ധമുഖത്തെ ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോ ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യത്തെ നിരാകരിച്ച സ്വകാര്യ പെട്രോളിയം കമ്പനിയായ ബർമ ഷെൽ കമ്പനി ധിക്കാരപരമായ രാജ്യത്തെ യുദ്ധത്തിൽ പുറകോട്ടടിപ്പിക്കുന്ന ഒരു വൻ ചതി ചെയ്തപ്പോ ഇന്ത്യ ഗവൺമെന്റ് നേരം വിളിച്ചു. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് തന്ത്രപ്രധാനമായ മേഖലകളെ ദേശസാൽക്കരിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ബർമ ഷെൽ കമ്പനിയെ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പേര് മാറ്റി. അങ്ങനെയാണ് BPCL ഉണ്ടാകുന്നത്. ഒരു യുദ്ധമുഖത്ത് നാം നേരിടേണ്ടി വന്ന വഞ്ചനയിൽ നിന്ന് പാഠം പഠിച്ച് തന്ത്രപ്രധാനമായ മേഖലകളെ ഗവൺമെന്റ് കൈവശം വെക്കണം എന്ന് മനസ്സിലാക്കി ദേശസാൽക്കരിച്ചതാണ് ബർമ ഷെൽ കമ്പനിയെ പെട്രോളിയം BPCL ആക്കി. ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് അത് തിരിച്ച് സ്വകാര്യ കമ്പനിക്ക് വിൽക്കുകയാണ്. രാജ്യസ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവർ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ വിൽക്കുന്നു. കൊച്ചിയിലെ തന്നെ FACTയും കൊച്ചിൻ ഷിപ്പ്യാർഡും ഹിന്ദുസ്ഥാൻ ലാൻഡക്സ് ലിമിറ്റഡും HOC ഉൾപ്പെടെ ഇന്ത്യയിലെ നവരത്ന മഹാരത്ന വിനീരത്ന കമ്പനികളാകെ വിറ്റ് കാശ് വാങ്ങുന്നു. അത് എങ്ങനെയാണ് വിൽക്കുന്നത്? ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെട്രോളിയം വിതരണ ശൃംഖലയുള്ള കമ്പനിയാണ് BPCL. 15,000 പെട്രോൾ പമ്പാണ്.
അത് ദേശീയപാതയുടെ സമയം പറയേണ്ട കാര്യമില്ലല്ലോ. കാട്ടിൽ പെട്രോൾ പമ്പ് ഉണ്ടാവും. കണ്ണായ ഭൂമി. ഇന്ത്യയിൽ ആകെ ഉത്പാദിപ്പിക്കുന്ന പാചകവാതകത്തിന്റെ 25% ഉത്പാദിപ്പിക്കുന്നത് BPCL ആണ്. 8 ലക്ഷം കോടി ആസ്തി ഉണ്ടെന്നാണ് അത്രേ കേൾക്കുന്നത്. 8 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ മലയാളികളുടെ സാമാന്യ ഗണിതശാസ്ത്ര യുക്തികൾക്ക് നിർദ്ധാരണം ചെയ്യാനാവാത്ത വലിയ സംഖ്യ. 8 എന്നെഴുതിയിട്ട് 12 പൂജ്യം, അപ്പോഴാണ് 8 ലക്ഷം. അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 8 ലക്ഷം കോടിക്കല്ല, 7 ലക്ഷം കോടിക്കുമല്ല, 50,000 കോടിക്കാണെന്ന് കേൾക്കുന്നു. ഇതാണ് ചുടുവിലക്കുന്നത്. ഇന്ത്യയുടെ സമ്പത്ത് സ്വകാര്യ മുതലാളിയുടെ കാൽക്കീഴിൽ അടിയറ വെച്ച് കിട്ടുന്ന തുക വാങ്ങി പോക്കറ്റിലാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയിലേക്ക് രാജ്യം പോകും. ഇന്ത്യയിലെ കർഷകർ ആത്മഹത്യ. 1 കിലോ സവാളയ്ക്ക് കഴിഞ്ഞ മാസം വരെ 150 രൂപയാണ് മാർക്കറ്റിൽ വില. എന്നാൽ അത് ഉത്പാദിപ്പിക്കുന്ന ഉത്തരേന്ത്യൻ കർഷകർക്ക് കിട്ടുന്നത് 5 രൂപ. പോയിട്ട് ആത്മഹത്യ ചെയ്യും. 10,000-കണക്കിന് വരുന്ന കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന നയമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ വീടില്ലാത്ത മനുഷ്യർ ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇന്ത്യയിലാണ്. റെയിൽവേ സ്വകാര്യവൽക്കരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച ഇതെല്ലാം ഇന്ത്യയെ പിടിച്ച് ഞെരുക്കുകയാണ്. പക്ഷേ അതിർത്തിയിൽ ഒരു വെടിപൊട്ടിയാൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. നമ്മളിതെല്ലാം പറഞ്ഞു. പിന്നെ ആരും ചർച്ച ചെയ്യില്ല. പിന്നെ എല്ലാവരും പാകിസ്ഥാനെതിരെ. ഇതാണ് അതിർത്തിയിലെ സംഘർഷം കൊണ്ട് ഭരണപരാജയം മറയ്ക്കുക എന്ന് പറയും. കഴിവുകെട്ട ഭരണാധികാരികൾ എപ്പോഴും അങ്ങനെയുള്ള ചെറിയ ഉപായങ്ങളിലാണ് രാജ്യത്തെ കബളിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുൽവാമയിൽ ആക്രമണം ഉണ്ടായി. നമ്മുടെ ധീര ജവാന്മാർ കൊല്ലപ്പെട്ടു. അത്യന്താധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പുൽവാമയിൽ എങ്ങനെ ഈ മഹാസ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്നത്ര RDX സ്ഫോടക വസ്തു എത്തി എന്നാരെങ്കിലും ചിന്തിച്ചു? ഒരാൾക്കും കടന്നു ചെല്ലാനാവാത്ത അതിതീവ്ര സുരക്ഷാ മേഖലയാണ് പുൽവാമ ഉൾപ്പെടുന്ന ശ്രീനഗറിന്റെ പ്രദേശം. അവിടെ സൈന്യത്തിന്റെ കണ്ടുപെട്ടിച്ച് ആർക്കും ഈ സ്ഫോടക വസ്തു കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അവിടെ എത്തി. അതിനെ കുറിച്ചെല്ലാം ഒരുപക്ഷെ കാലമേറെ കഴിയുമ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളും തെളിവുകളും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ, ഒരു വ്യാജ ദേശീയ വികാരം നമ്മളിൽ കുത്തിവെക്കാൻ, അയൽ രാജ്യങ്ങളോടുള്ള ശത്രുത ഊതിപ്പെരുപ്പിക്കാൻ, അങ്ങനെ കൃത്രിമമായ രാജ്യസ്നേഹം സൃഷ്ടിക്കാൻ, അതിന്റെ ചെലവിൽ രക്ഷപ്പെടാനുള്ള കുടില തന്ത്രമാണ് ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോ ഈ പൗരത്വ പ്രശ്നം വന്നതോടുകൂടി മറ്റു വിഷയങ്ങളെല്ലാം ചർച്ചയിൽ നിന്നും മാറി. തീർച്ചയായും ഇത് ഇന്ത്യൻ തെരുവുകളെ കീഴടക്കുന്ന വലിയ സമരമായി വളർന്നു വരികയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ സമരം മതനിരപേക്ഷമായാണ് സംഘടിപ്പിക്കപ്പെടേണ്ടത് എന്ന നിലപാടാണ്. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നമുക്ക് തോൽപ്പിക്കാനാവില്ല. ഇപ്പൊ RSSനെതിരെ ഇത്രയും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ കരുതും അത് മാത്രമാണ് എതിർക്കപ്പെടേണ്ട വർഗീയത. അങ്ങനെയല്ല. വർഗീയത എന്നത് ഒരു പ്രവണതയാണ്. ആ പ്രവണതയുടെ അർത്ഥം രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റാൻ വിശ്വാസത്തെ ഉപയോഗിക്കുക എന്നതാണ്. ഏത് വിശ്വാസവുമാകാം. രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റാൻ വിശ്വാസത്തെ ഉപയോഗിക്കലാണ് വർഗീയത. ഏത് വിശ്വാസത്തെ ആരുപയോഗിച്ചാലും വർഗീയത. വർഗീയതക്കെതിരായ സമരം മതനിരപേക്ഷമായി സംഘടിപ്പിക്കേണ്ട സമരമാണ്. വിശ്വാസം വ്യക്തിയുടെ സ്വകാര്യതയെ വളരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോ വിശ്വാസത്തിനെതിരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന പ്രചരണം. ഈ പൗരത്വ വിഷയത്തിലും വർഗീയമായ ധ്രുവീകരണം സംഘടിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധത്തിന് വേണ്ടി പരിശ്രമം നടത്തുന്നവർ കേരളത്തിലുണ്ട്. അത് മതനിരപേക്ഷ പ്രതിഷേധങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൗലിക പ്രശ്നം ജനങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളാണ്. വിശ്വാസം വ്യക്തിയുടെ സ്വകാര്യമായ കാര്യം. പണ്ട് ലെനിനോട് ഒരു പള്ളിയിലെ ചെന്ന് ചോദിച്ചു, എനിക്ക് അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണമെന്ന്. പക്ഷെ വിശ്വാസികൾക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് എന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്കത് വളരെ വിലപ്പെട്ടതാണ്.
എന്നാൽ എനിക്ക് നിങ്ങളുടെ പാർട്ടിയോട് വലിയ സ്നേഹമുണ്ട്, അതിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതാണ് ചോദിച്ചത്. അതിന് ലെനിൻ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാളെ അംഗമായി എടുക്കുമ്പോ ആ ആൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കാറില്ല. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ അയാൾ സന്നദ്ധനാണെങ്കിൽ ഞങ്ങൾ അയാളെ പാർട്ടിയിൽ അംഗമായിട്ട് എടുക്കും എന്നാണ്. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം ഒരു വിദേശ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചയിൽ സ്റ്റാലിൻ ഈ അഭിപ്രായം ആവർത്തിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യത്തിന് ആ പ്രതിനിധി സംഘത്തോട് സ്റ്റാലിൻ പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ ബോൾഷെവിക്കിൽ ഒരാളെ അംഗമായി എടുക്കുന്നതിന് അയാൾ നിരീശ്വരവാദിയായിരിക്കണം എന്ന വ്യവസ്ഥയില്ല എന്ന് തന്നെയാണ് ഖണ്ഡിതമായി പറഞ്ഞത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിറം പിടിപ്പിച്ച കഥകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും കമ്മ്യൂണിസ്റ്റ് ആശയത്തോടും അകലം പാലിക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നതിന് തലമുറകളായി തുടരുന്ന ആവർത്തിച്ച പച്ചക്കള്ളവും ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു കളവ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ചൈനയിൽ മുസ്ലിങ്ങളെ ആകെ കൂട്ടക്കൊലയാണ്. ഇത് സമീപ ദിവസങ്ങളിൽ നിങ്ങളെ ശ്രദ്ധിച്ചു. ചൈനയിലേക്ക് വരുന്നവർ നോക്കട്ടെ. അതിനുമുമ്പ് റഷ്യയിലായി, സോവിയറ്റ് യൂണിയൻ എല്ലാ പള്ളികളും തകർന്നു, മതവിശ്വാസം അനുവദിക്കുന്നില്ല, എന്തെല്ലാം കഥകളുണ്ട്. എന്നാൽ സാറിന്റെ ഭരണകാലം, മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന് മുമ്പ് സാർ ചക്രവർത്തിമാർ റഷ്യ ഭരിക്കുന്ന കാലം, അവിടുത്തെ മുസ്ലിങ്ങളോട് ഏത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നതിനുണ്ട്? ഏതെങ്കിലും ഒരു സാമുദായിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ഒരു നേതാവ് സാർ ഭരണകാലത്ത് റഷ്യയിലെ മുസ്ലിങ്ങൾ ഏത് സാമൂഹ്യ സാഹചര്യങ്ങളെയാണ് നേരിട്ടിട്ടുള്ളത് എന്ന് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്? അത് പ്രസംഗിക്കില്ല. എന്തുകൊണ്ടാണ് പ്രസംഗിക്കാത്തത്? അറിയാത്തതുകൊണ്ടൊന്നും ആവില്ല. അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, റഷ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഹൃദയശൂന്യമായ ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടന്നിട്ടുള്ളത് സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്താണ്. പള്ളികൾ അടച്ചുപൂട്ടിയതും തകർക്കപ്പെട്ടതും ആ കാലത്താണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ മുസ്ലിം പേരിടാൻ പോലും വിലക്കുണ്ടായിരുന്നത് ആ കാലത്താണ്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിനെതിരെ മുസ്ലിങ്ങൾക്കിടയിൽ നുരഞ്ഞു പൊന്തിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം കത്തിപ്പടർന്ന് അമർന്നു കത്തുന്ന തീയായിരിക്കുന്ന കാലത്താണ് 1917 മഹത്തായ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. ആ ഒക്ടോബർ വിപ്ലവത്തെ റഷ്യൻ മുസ്ലിങ്ങളാകെ പ്രതീക്ഷയോടുകൂടിയാണ്, വലിയ ആവേശത്തോടെയാണ് നോക്കിയത്. സാറിന്റെ പീഡനങ്ങളിൽ നിന്നും റഷ്യയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഉപായമായാണ് അവരതിനെ കണ്ടത്. 1917 ഒക്ടോബർ വിപ്ലവത്തിന്റെ അലയലുകൾ റഷ്യയെ ബാധിച്ചു തുടങ്ങിയ സമയത്ത് 1917 ഏപ്രിൽ മാസത്തിൽ റഷ്യൻ മുസ്ലിം സെൻട്രൽ ബ്യൂറോ അവരുടെ മുഖപത്രമായ തുർക്കിസ്ഥാൻസ്കയ ഗോലോസ് ഒരു ആഹ്വാനം നൽകി. ആ മുഖപത്രം, ആ ആഹ്വാനം ഇങ്ങനെയായിരുന്നു: വരാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ മുസ്ലിം സഹോദരിമാർ കൂടി പങ്കെടുക്കണം. അതായിരുന്നു ആഹ്വാനം. ഏതെങ്കിലും ഒരു നേതാവ് ഈ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട്? സാറിന്റെ വിവേചനത്തിൽ പൊറുതിമുട്ടിയ ഒരു ജനതയാണ്. അതിനെതിരായി ഒരു വലിയ മാറ്റം വരുമെന്ന പ്രതീക്ഷയിൽ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ ഉണ്ട് വിപ്ലവത്തിൽ. പക്ഷെ സ്ത്രീകൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോ റഷ്യൻ മുസ്ലിം സെൻട്രൽ ബ്യൂറോയുടെ മുഖപത്രം തുർക്കിസ്ഥാൻസ്കയ ഗോലോസ് ആഹ്വാനം ചെയ്തു: മുസ്ലിം സഹോദരിമാർ ഈ വിപ്ലവത്തിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ അവരുടെ കൂടി പങ്കാളിത്തം നമ്മൾ ഒരുപാട് ഫത്വകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചില ഫത്വകളെ കുറിച്ചൊക്കെ പറയാതിരിക്കുന്നതാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ അണിചേർന്ന് സാറിനെതിരെ പോരാടണം എന്നാഹ്വാനം ചെയ്യുന്ന ഫത്വകൾ റഷ്യയിലെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഉഫയിലെ മുസ്ലിം മതകാര്യ ബോർഡ് പുറപ്പെടുവിച്ച ഫത്വ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ തുർക്കിസ്ഥാൻ മഹ്റബെ ശരിയ മുഫ്തി സറാവുദ്ദീൻ അല്ല എന്ന് പുറപ്പെടുവിച്ച ഫത്വ. ഈ രണ്ട് ഫത്വകളും ആഹ്വാനം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിപ്പിക്കാൻ എല്ലാ വിശ്വാസികളും രംഗത്തിറങ്ങണം. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിപ്പിക്കാൻ വേണ്ടി
ഫത്വ ഇറങ്ങിയ മണ്ണാണ് റഷ്യയുടെ മണ്ണ് എന്ന് നമ്മൾ കാണുന്നു. ആ അഗാധമായ ബന്ധം ഒക്ടോബർ വിപ്ലവത്തോടുകൂടി ആരംഭിച്ച് ഒക്ടോബർ വിപ്ലവ ശേഷം ദൃഢമായ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം ഐക്യം കാലങ്ങളോളം നിന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് റഷ്യൻ ചെമ്പടയിൽ ഗണ്യമായ ഒരു വിഭാഗം മുസ്ലിങ്ങളെ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഹിറ്റ്ലറുടെ പതനത്തിന് തൊട്ട് മുൻപ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് സ്വപ്നം കണ്ടപ്പോ പ്രചോദിതനായി ആത്മഹത്യ ചെയ്തതാണ്. ജർമ്മൻ പാർലമെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ചെമ്പതാക റഷ്യൻ റെഡ് ഗാർഡുകൾ ഉയർത്തുന്ന കാഴ്ച കണ്ട് തന്റെ കൊട്ടാരം ചെമ്പട വളഞ്ഞത് കണ്ട് വളർത്തുനായെയും കാമുകിയെയും വെടിവെച്ചു വന്ന ശേഷം ആത്മഹത്യയായിരുന്നു ഹിറ്റ്ലർ. വിശ്വപ്രസിദ്ധമായി മാറിയ ആ ഒരു ചിത്രമുണ്ട്. റീസ്റ്റാഗിന്റെ മുകളിൽ ജർമ്മൻ പാർലമെന്റിന്റെ മുകളിൽ ഒരു ചെറുപ്പക്കാരനായ റെഡ് ഗാർഡ് അസാധാരണമായ വലിപ്പമുള്ള ഒരു രക്തപതാക ഉയർത്തുന്ന ചിത്രം. അത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫുകളിലൊന്ന്. ആ ചിത്രത്തിൽ ചെമ്പതാക ഉയർത്തുന്ന ചെറുപ്പക്കാരൻ ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം വലിയ ഇതിഹാസ തുല്യമായ ജീവിതം. ഡാഗിസ്ഥാനിൽ നിന്നും ജനിച്ചു വളർന്ന റഷ്യൻ ചെമ്പടയിൽ അംഗമായി മാറിയ ആ ചെറുപ്പക്കാരൻ രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ 6 തവണയോ മറ്റോ യുദ്ധമുഖത്ത് വെച്ച് ഗുരുതരമായി പരിക്കേറ്റു. ഓരോ തവണ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോഴും വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ പരിക്ക് ഭേദമാകുന്ന ഉടനെ വീണ്ടും യുദ്ധമുഖത്തേക്ക് തന്നെ വരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് വലിയ ഒരു ചെമ്പതാക തന്റെ ബാഗിൽ അടക്കി വെച്ചിരുന്നു. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ജർമ്മൻ പാർലമെന്റിന്റെ മുകളിൽ ഒരു നാൾ റഷ്യൻ ചെമ്പട ഈ പതാക ഉയർത്തുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു അവസരം വരുമ്പോ ഉയർത്താൻ വേണ്ടി കയ്യിൽ കരുതിയ പതാക ആ പതാകയുമായി യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴാണ് ഗുരുതരമായി പലപ്പോഴും പരിക്ക് പറ്റും. ആത്മവിശ്വാസം കൊണ്ട് മാത്രം ആ പരിക്കിനെ അതിജീവിച്ച് ഓരോ തവണയും അദ്ദേഹം യുദ്ധമുഖത്തേക്ക് തിരിച്ചുപോയി. ഒടുവിൽ അദ്ദേഹം ആ പതാക ഉയർത്തുക തന്നെ ചെയ്യും. ആ ചെറുപ്പക്കാരന്റെ പേരാണ് അബ്ദുൾ ഹക്കീം ഇസ്മൈലോവ്. അബ്ദുൾ ഹക്കീം ഇസ്മൈലോവ് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല. അന്നത്തെ റഷ്യൻ ചെമ്പടയുടെ ഒരു പരിച്ഛേദമാണ്. അബ്ദുൾ ഹക്കീം ഇസ്മൈലോവ് പതാക ഉയർത്തുന്ന ചിത്രം എവ്ജൻ ഖാൽഡേ എന്ന് പറയുന്ന മിലിറ്ററി ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ്. പിന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു ചിത്രമായി മാറിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ചരിത്രത്തിലെ 100 ഉദാഹരണങ്ങൾ അനുഭവം. റഷ്യൻ വിപ്ലവത്തിന് ശേഷം 1 മാസം തികയുന്നതിന് മുൻപ് ലെനിൻ ഒരു പ്രത്യേകമായ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. ആ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടും, അവർ സ്വതന്ത്രരാണ്, അവരുടെ ആരാധനകൾ ഇവിടെ സംരക്ഷിക്കപ്പെടും എന്ന പ്രഖ്യാപനം ഉണ്ടായി. 1918 ജനുവരി വിപ്ലവം കഴിഞ്ഞിട്ട് 3-4 മാസമേ ആയിട്ടുള്ളൂ. USSRലെ ആദ്യത്തെ മതനിയമം ലെനിൻ പ്രഖ്യാപിച്ചു. ആ മതനിയമത്തിലാണ് റഷ്യയിൽ ചരിത്രത്തിൽ ആദ്യമായി വെള്ളിയാഴ്ച ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കുന്നത്. മുസ്ലിം മേഖലകൾ വെള്ളിയാഴ്ച ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കുന്നത് ലെനിന്റെ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തെ കുറിച്ചാണ് നിറം പിടിപ്പിച്ചത് നമ്മൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊള്ളു. സാറിന്റെ കാലത്ത് പൂട്ടിയിട്ട പള്ളികൾ തുറന്നത് ലെനിനായി. ചരിത്ര പ്രസിദ്ധമായ വലിയ പള്ളികൾ, കസാനിലെ സുയുംബിക്കെ പള്ളി, ലെനിൻ പഠിച്ച യൂണിവേഴ്സിറ്റി കസാനിലാണ്. അദ്ദേഹത്തിന് നേരിട്ടറിയുന്നതാണ്. ഇതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നത് സാറടച്ചു കുട്ടിയ സുയുംബിക്കെ ദേവാലയമാണ്. അതുപോലെ തന്നെ ഉഫയിലെ കാരമൻ സദായി പള്ളി, സാറടച്ചു കുട്ടിയ പള്ളി ലെനിന്റെ കാലഘട്ടത്തിൽ തുറന്നത്. ഇങ്ങനെ ചരിത്രത്തിൽ നിരവധിയായ അനുഭവങ്ങൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാം മത വിശ്വാസികളും തമ്മിൽ ദൃഢമായി കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോയതിനാണ് ചരിത്രത്തിന്റെ പാഠം തെളിവുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ലോകഭൂപടത്തിൽ ഒരു പുതിയ രാഷ്ട്രം പിറവിയെടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അത് ഈ സൗദി അറേബ്യ. 932 ലോകഭൂപടത്തിൽ ഒരു പുതിയ സ്വതന്ത്ര രാഷ്ട്രം സൗദി അറേബ്യ ജന്മമെടുത്തപ്പോ ആ സൗദി അറേബ്യയെ ഒരു പരമാധികാര രാജ്യമായി അംഗീകരിച്ച ആദ്യത്തെ ലോകരാജ്യത്തിന്റെ പേര് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ്. സ്റ്റാലിന്റെ റഷ്യയുടെ അംഗീകാരത്തിന് ശേഷമാണ് മറ്റു ലോകരാജ്യങ്ങൾ സാവധാനം സൗദി അറേബ്യയെ അംഗീകരിക്കാൻ ആരംഭിച്ചത്. ഞാൻ സൂചിപ്പിച്ചത്
മതവിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ടും അതിനെ മാനിച്ചുകൊണ്ടും അവരുടെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ലോകത്തിൽ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. 1970-കളിൽ CH മുഹമ്മദ് കോയ സാഹിബ് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുന്നത്. അദ്ദേഹം സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച ശേഷം നേരിൽ കണ്ട അനുഭവം ഒരു പുസ്തകമായി എഴുതി. ആ പുസ്തകത്തിന്റെ പേര് യാത്ര എന്നാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ നടത്തുന്ന പ്രസിദ്ധീകരണശാലയായ ഒലീവ് അതിന്റെ പുതിയ പതിപ്പ് 1-2 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയിരുന്നു. അതിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് സോവിയറ്റ് യൂണിയനിൽ സംരക്ഷിക്കപ്പെടുന്ന മതസ്വാതന്ത്ര്യത്തെ കുറിച്ച്, മതവിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, ആരോടും വിവേചനം കാണിക്കാത്തതിനെ കുറിച്ച്, ഉസ്ബെക്കിസ്ഥാനിലെ ഉന്നത സ്ഥാനങ്ങളിലെല്ലാം അവരോധിതരായ മുസ്ലിങ്ങളെ കുറിച്ച് വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആവേശത്തോടു കൂടി എഴുതിയിട്ടും അദ്ദേഹത്തിന്റെ മകൻ അനുയായികൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ ചൈനയെ കുറിച്ച് വിറപ്പിടിപ്പിച്ച കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 7-8 കൊല്ലം മുമ്പ് 2011 ബഹുമാനിയായ മുനവർ അലി ശിഹാബ് തങ്ങൾ ചൈന സന്ദർശിച്ചു. അദ്ദേഹം ചൈന സന്ദർശിച്ച അവിടുത്തെ അനുഭവങ്ങൾ ആവേശത്തോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിൽ, ഇപ്പൊ അതൊക്കെ മറന്നുപോയിട്ടുണ്ട്, 2011-ലാണ്. 2011 മാധ്യമത്തിൽ മുനവർ അലി ശിഹാബ് തങ്ങൾ ചൈനയിൽ കണ്ട അനുഭവങ്ങൾ എഴുതിയപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും മതാവകാശങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടെ സ്വാതന്ത്ര്യം, ഗവൺമെന്റിന്റെയും ഇസ്ലാം മത വിശ്വാസികളുടെയും തമ്മിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ചൈനയിലെ പ്രത്യേക സ്ഥിതി നമുക്കറിയാം. അവിടെ പാമ്പ് ഒക്കെ ഒരു ഭക്ഷ്യവസ്തുവാണ്. പാമ്പ് മാത്രമല്ല, അമ്മാതിരിയൊക്കെ പന്നി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ്. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ്. അപ്പോ ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ എഴുതുന്നു. മുസ്ലിം മേഖലകളിൽ പ്രത്യേക മുസ്ലിം റെസ്റ്റോറന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നു. പ്രത്യേകമായി മുസ്ലിങ്ങൾക്കായി പ്രത്യേക റെസ്റ്റോറന്റുകൾ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെ അവിടെ സംരക്ഷിക്കും. ഒരു വിവേചനവും അവിടെ കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് പലപ്പോഴും നിറം പിടിപ്പിച്ചിട്ടുള്ള കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിക്ഷിപ്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും വിശദമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്, ഒരു വെല്ലുവിളിയെ നേരിടുകയാണ്. അതാവട്ടെ ഇന്ത്യയെ തകർക്കാൻ പോകുന്നതാണ്. മതനിരപേക്ഷതയില്ലാതെ ഇന്ത്യ നിലനിൽക്കുക. മതനിരപേക്ഷത തകർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യ തകർന്നു എന്നാണ്. അപ്പോ ആ മതനിരപേക്ഷതയെ തകർക്കാനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ ഇന്ത്യ ഒരേ ശബ്ദത്തിൽ പ്രതികരിക്കട്ടെ, ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കട്ടെ. അതിന്റെ നല്ല ശുഭസൂചനകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതിനെ തുരങ്കം വെച്ച വിധം മതകേന്ദ്രീകൃതമായി ഒരു ചെറു പ്രതിഷേധമായി അതിനെ ഒതുക്കാൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നു. അത് മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ മഹാസമരത്തെ സഹായിക്കുന്നതാണ്. അത് സഹായിക്കുക RSSനെ. വർഗീയത പരസ്പരം സഹായിക്കുക. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ ചിന്താഗതിയാണ് ഉയർന്നു വരേണ്ടത്. മനുഷ്യരാണ് ഏത് മതസ്ഥരും എന്ന മൗലികമായ ചിന്ത ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വെല്ലുവിളിയെയും നേരിടാനാണ്. ഒരു അഭയാർത്ഥിയെ സ്വീകരിക്കുന്നത് മതം നോക്കിയാവരുത് എന്ന് നാം പറയുന്നത് നമ്മുടെ മനുഷ്യത്വമാണ്. ഇപ്പോഴത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതലതാണ്. മതം നോക്കി സ്വീകരിക്കുക. ലോകത്തിലെ അഭയാർത്ഥികളെ അങ്ങനെയല്ല സ്വീകരിക്കുക. പണ്ട് ശ്രീലങ്കയിലെ തമിഴ് വംശജർ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ലണ്ടൻ അവരെ ഏറ്റുവാങ്ങി. ലണ്ടനിൽ എത്ര തമിഴന്മാരുണ്ടായി? മതം നോക്കിയിട്ടുണ്ട്. നോർവേ അവരെ സ്വീകരിച്ചു, മതം നോക്കിയിട്ടുണ്ട്. നിങ്ങൾ കർണാടകയിലെ കൂർഗിൽ പോയാൽ അവിടെ കുശാൽ നഗർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രാജ്യം മാറിയോ എന്ന്. ടിബറ്റുകാരാണ്, ബുദ്ധമതക്കാരാണ്. അവരുടെ പരമ്പരാഗത വേഷം, അവരുടെ അമ്പലം, അവരുടെ ആശുപത്രി, അവരുടെ സ്കൂൾ ഒരു കൊച്ചു ടിബറ്റുകാരാണ്. പണ്ടൊരു സവിശേഷ ഘട്ടം ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് അഭയം കൊടുത്തതാണ്. മതം നോക്കിയിട്ടുണ്ട്. ഒരു രാജ്യവും അഭയാർത്ഥി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മതം നോക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ ആ വേദന തിരിച്ചറിയാനും
അതെന്റെ സഹോദരന്റെ വേദനയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യരായിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മനുഷ്യത്വം, മാനവികത എന്നൊക്കെ പറയുന്നത്. ആ കരയുന്നവന്റെ മതമേത് എന്ന് അന്വേഷിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന പദത്തിന് നമ്മൾ അർഹരേയല്ല എന്നർത്ഥം. എൻ വി കൃഷ്ണവാര്യർ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. കൃഷ്ണവാര്യര് മാത്രമല്ല, ലോകത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും കവികളുമെല്ലാം മാനവികതയെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ചുമാണ് എഴുതിയിട്ടുള്ളത്. ആഫ്രിക്കൻ വൻകരയിലെ പീഡനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിലാണ് എൻ വി കൃഷ്ണവാര്യർ എഴുതിയത്. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ കൊണ്ടിടുകയാണ്. ഇങ്ങനെയാ പറഞ്ഞു. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ കൊണ്ടിടുകയാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യനെ ചെങ്കലക്കിട്ടിട്ടുണ്ടെങ്കിൽ വേദനിക്കുന്നത് എന്റെ കൈകളാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുന്നത് എന്റെ പുറത്താകും. ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു അടിമയെ ഒരു വെള്ളക്കാരൻ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കുന്നത് എന്റെ ഹൃദയമാണ് എന്ന് ഒരു മലയാളി പറയും. അതാണ് കൃഷ്ണവാര്യന്റെ കവിത. ലോകത്തിലെവിടെയെല്ലാം മനുഷ്യർ വേദനിക്കും. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ചിത്രം ലോകത്തെ മുഴുവൻ കരയിച്ചു. 3-4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, ഐശ്വര്യമുള്ള മുഖമുള്ള ഒരു കുഞ്ഞ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖം ഐശ്വര്യമുള്ളതാണ്. ശാന്തനായി ഉറങ്ങുന്നത് പോലെ സമുദ്രതീരത്ത് കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന മൃതശരീരമാണ്. പക്ഷെ കണ്ടാൽ ഒരു കുഞ്ഞ് ഉറങ്ങുന്നുവെന്നേ തോന്നും. ആ കുഞ്ഞ് മരിച്ചിരിക്കും. ഐലൻഡ് പൂർത്തി എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. മലയാളത്തിൽ മാത്രം 100 കണക്കിന് കവിതകൾ. സങ്കടം സഹിക്കവയ്യാത്ത മനസ്സുമായി ആളുകൾ എഴുതി. ലോകത്തെ ആകെ അലോസരപ്പെടുത്തിയ ചിത്രമാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ വേട്ടയാടുന്ന അനുഭവങ്ങളുടെ ബാക്കി പത്രമാണ്. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ ഒസ്യൂപ്പീസിന്റെ കഥ പറഞ്ഞതുപോലെ അതേപോലെയാണ് ലോകമാകെ എന്നല്ല, സംഘർഷങ്ങളുണ്ട്. ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായ മ്യാൻമർ, പഴയ ബർമ, മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവർ ഇതുപോലെ വേട്ടയാടപ്പെടും. ഒരു വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതിന്റെ പേരിൽ മനുഷ്യൻ മറ്റു മനുഷ്യരെ ആക്രമിക്കും. എണ്ണത്തിൽ കുറവുള്ളവർ, ശക്തി കുറഞ്ഞവർ, പിറന്നു വീണ മണ്ണിൽ ജീവിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ സമ്പാദ്യവും അവിടെ ഉപേക്ഷിച്ച് പ്രാണം മാത്രം കയ്യിൽ പിടിച്ച് പലായനം ചെയ്തു. ആ പലായനത്തിന്റെ പാതി വഴിയിൽ നിർഭാഗ്യവാന്മാരായി മരിച്ചു വീഴാൻ നിയോഗിക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ് അയലാൻ കുർത്തി. സിറിയയിൽ നിന്ന് ഓടിപ്പോയതാണ്. യൂറോപ്പിൽ എവിടെയെങ്കിലും സമാധാനമായി ഉറങ്ങാനും ഉണരാനും കഴിയുന്ന ഒരു ഭൂപ്രദേശം നേടി ഓടിപ്പോയതാണ്. അപ്പൊ കണക്കിൽ കൂടുതൽ പേർ തിങ്ങിക്കയറിയ ഒരു ബോട്ടിൽ യാത്ര ചെയ്യവേ ആ ബോട്ട് തകർന്ന് അതിൽ യാത്ര ചെയ്തവരെല്ലാം മരിച്ച കൂട്ടത്തിലാണ് ഈ കുഞ്ഞു മരിച്ചു. ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ പലായനങ്ങളുണ്ട്, ആക്രമണങ്ങളുണ്ട്, ദയാരഹിതമായി മനുഷ്യർ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കണം. ലോകത്തെവിടെയും കൊല ചെയ്യപ്പെടുന്ന മനുഷ്യൻ സ്വന്തം സഹോദരനാണ് എന്ന് നമുക്ക് ചിന്തിക്കാനാവും. അങ്ങനെ ചിന്തിക്കാനാകുമ്പോഴേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിലെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആശാനും പണ്ട് എഴുതിയത് അങ്ങനെയാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് ആശാൻ എഴുതുന്നു. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുമ്പോഴാണ്, മറ്റുള്ളവരുടെ സങ്കടങ്ങളെ സ്വന്തം സങ്കടമായി ഏറ്റുവാങ്ങാൻ കഴിയുമ്പോഴാണ് ഒരാൾ മനുഷ്യനാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് കാറൽ മാർക്സ് അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിലെ ക്ലാസ് ടീച്ചർ എല്ലാ കുട്ടികളോടുമായി ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ഭാവിയിൽ ആരാണ്? അത് എഴുതാൻ ആവശ്യമില്ല. ഭാവിയിൽ ആരാകണമെന്ന മോഹം ഓരോ കുട്ടിയും കടലാസിൽ പകർത്തും. ഡോക്ടറും എഞ്ചിനീയറും എഴുത്തുകാരനും കായിക താരവും ഒക്കെ ആഗ്രഹങ്ങളായി കുട്ടികൾ പകർത്തി എഴുതിയപ്പോ കാറൽ മാർക്സ് എഴുതിയത്ര ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനാണ്. ഇപ്പൊ ടീച്ചർക്ക് വലിയ അത്ഭുതം. അങ്ങനെ എഴുതിയ ക്ലാസ്സിലെ ഒരേ ഒരു കുട്ടിയാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദമുള്ള മനുഷ്യനാണ് എനിക്ക്.
പിൽക്കാലത്ത് മാർക്സ് വിശദീകരിക്കുന്നു. ആരാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ? ലോകത്തിലെ ഏറ്റവും സമ്പന്നനാണോ? മാർക്സ് പറയുന്നു അല്ല. ലോകത്തിലെ ഏത് സമ്പന്നനും തന്റെ സമ്പത്ത് ഏത് സമയത്താണ് നഷ്ടമാവുക എന്ന അസ്വസ്ഥത, ആകുലത അയാളെ വേട്ടയാടി കിട്ടി. അയാൾക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും സമ്പന്നരാകണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായിരിക്കും, അതുമാകാൻ സാധ്യതയില്ല. പ്രശസ്തിക്ക് മങ്ങലേൽക്കുന്ന നിമിഷത്തെ കുറിച്ചുള്ള ഭയമായിരുന്നു എല്ലാ പ്രശസ്തരെയും നയിക്കുന്നത്. പിന്നെ ആരാണ് ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ? ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ആരാണ്? അതിന് മാർക്സ് എന്ന് പറയുന്ന മറുപടി, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയുന്നവനാരോ, മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ കഴിയുന്നവനാരോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നവനാരോ അവനാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കാനും ലോകത്തിലെ ഏത് വേദനിക്കുന്ന മനുഷ്യനും സ്വന്തം സഹോദരനാണ് എന്ന് തിരിച്ചറിയാനും കഴിയുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നത്. ഞാൻ വിചാരിക്കുന്നത് പ്രവാസികൾക്ക് നന്നായി മനസ്സിലാകുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖ്യ പങ്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയാണല്ലോ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. തീർച്ചയായും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഒരു പ്രവാസിയുടെയും പ്രവാസി ജീവിതം സ്വന്തം കുടുംബാംഗങ്ങളിൽ അവസാനിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ഏറെക്കുറെയൊക്കെ ആകുമ്പോഴേക്ക് ബന്ധുക്കളിലേക്ക് അത് വളരും. അത് കഴിഞ്ഞാൽ നാട്ടിലെ വായനശാലയും രാഷ്ട്രീയ പാർട്ടികളും ക്ലബുകളും കായിക ഉത്സവങ്ങളും പരിപാടികളും പാവപ്പെട്ട മനുഷ്യരുമെല്ലാം നമ്മൾ പരിഗണനയിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ സഫലമാക്കുന്നതിന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ പ്രവാസി സമൂഹം. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ആശയങ്ങളെ ഏറ്റവും നന്നായി തിരിച്ചറിയാൻ കഴിയുക പ്രവാസികൾ. ഇന്ത്യയിലെ വർത്തമാനകാല പ്രതിസന്ധികളിൽ യോജിപ്പിന്റെയും കൂട്ടായ്മയുടെയും മതനിരപേക്ഷ സംരക്ഷണത്തിന്റെ മഹാസമരത്തിന്റെ ഇന്ധനമായി മാറാനും അതിന് പ്രചോദനമായി മാറാനും നിങ്ങൾക്കാണ് സാധിക്കുന്നത്. എല്ലാത്തരം വർഗീയതകളെയും തള്ളിപ്പറയാൻ, മനുഷ്യനെ സങ്കുചിതത്വത്തിലേക്ക് നയിക്കുന്ന, മതമൗലികവാദത്തിലേക്ക് നയിക്കുന്ന എല്ലാ തെറ്റായ ആശയങ്ങളോടും വിട പറയാം. മതം ഒരു വ്യക്തിയുടെ സ്വകാര്യതയായി നിലനിൽക്കുമ്പോൾ തന്നെ ആ മതത്തിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾക്കനുസരിച്ച് നിർഭയം ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കാൻ, വിശ്വാസങ്ങൾക്ക് അതീതമായി സാഹോദര്യത്തെ വളർത്താൻ നമുക്ക് കഴിയണം. ഇന്ത്യയുടെ പാരമ്പര്യം അതായിരുന്നു. ഇപ്പൊ ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം, സൗത്ത് ഡൽഹിയിലെ കാൽക്കാട്ടി റോഡിൽ അതിമനോഹരമായ ഒരു കെട്ടിടം, ലോട്ടസ് ടെമ്പിൾ എന്നാണ്. ലോട്ടസ് ടെമ്പിൾ ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്ന താമരയുടെ ആകൃതിയിലുള്ള മനോഹരമായ ഒരു നിർമ്മിതിയാണ്. അതൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം. ഏത് മതം? ബഹായി മതം. അങ്ങനൊരു മതം കേട്ടിട്ടുണ്ടോ? ഈ ഇരിക്കുന്നവരിൽ ഏതെങ്കിലും ബഹായി മതവിശ്വാസിയുണ്ടോ? ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയ മതമാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ വളരെ കുറച്ചു പേര് അറിയുള്ളൂ. കേരളത്തിൽ ആരെങ്കിലും എനിക്കറിഞ്ഞുള്ളൂ. പക്ഷേ ആ ചെറിയ മതത്തിന് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ആരാധനാലയം പണിതുയർത്താനും ആ ആരാധനാലയത്തിലേക്ക് എത്തിയാൽ ആ 10,000-കണക്കിന് സന്ദർശകരെ ആകർഷിക്കാനും കഴിയും. ആരും ആക്രമിച്ചിട്ടില്ല. അവരുടെ ആരാധനാക്രമം തന്നെ വളരെ പ്രത്യേകമായിട്ടുള്ളതാണ്. 5 മിനിറ്റ് നേരം നിശബ്ദമായിരിക്കുമെന്നാണ് അവിടുത്തെ പ്രാർത്ഥന. ആ ആരാധനാലയത്തിൽ കയറിയാൽ അതിനകത്ത് 5 മിനിറ്റ് സമയം നിശബ്ദമായിരിക്കുക, അതാണ് അവിടുത്തെ പ്രാർത്ഥന. ഞാൻ സൂചിപ്പിച്ചത് അത്ര ചെറിയ ഒരു മതം അവർക്കും അതിമനോഹരമായ, അതിവലിയ, അതിവിപുലമായ ഒരു ആരാധനാലയം പണിതുയർത്താൻ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കഴിയുന്നത് ഇന്ത്യ മതനിരപേക്ഷ രാജ്യമായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നത് ഇന്ത്യ മതനിരപേക്ഷ രാജ്യമാണ്. ആ മതനിരപേക്ഷതയെ തകർക്കാനുള്ള ആദ്യത്തെ പരിശ്രമമാണ് ഇപ്പോഴത്തെ പൗരത്വ ഭേദഗതി നിയമം. ആ നിയമം പരാജയപ്പെടേണ്ടത് ഇന്ത്യയെ സ്നേഹിക്കുന്ന സകലരുടെയും ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ട വാർത്ത, സൗദി അറേബ്യയിലെ രാജാവ് ഒരു രാഷ്ട്രതലവന്മാരുടെ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർക്കുന്നു എന്നാണ്. ഈ പ്രത്യേകമായ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്നിപ്പോ കേട്ടത് ബഹ്റൈൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു ഈ പ്രശ്നത്തിൽ, ഈ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കും.
ഞാൻ സൂചിപ്പിക്കുന്ന ലോകത്തിന്റെ ആകെ ശ്രദ്ധ, ലോകത്തിന്റെ ആകെ ആകുലത ഈ വിഷയത്തിൽ വരുന്നു. നിസ്സാരമല്ല. 130 കോടി മനുഷ്യർ ജീവിക്കുന്ന ലോകത്തിൽ ഗണ്യമായ ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം തകരാൻ പോകുന്നുവോ എന്ന ആശങ്കയാണ്. അതാണ് ആശങ്ക. ചില ആളുകൾ കരുതും ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. സത്യമാണ്. പക്ഷേ 130 കോടി ജനങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആ ന്യൂനപക്ഷത്തിന്റെ അംഗസംഖ്യ ചെറുതല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ഇവിടെ ദശലക്ഷക്കണക്കിന് വരുന്ന ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, സിഖുകാർ, പാഴ്സികൾ, ക്രൈസ്തവർ ഇതെല്ലാം ജീവിക്കുന്ന രാജ്യമാണ്. മതനിരപേക്ഷമല്ലാതെ നമുക്ക് മുൻപോട്ട് പോകാനാകും. ഇന്ത്യ ദയനീയമായ പതനത്തിലേക്കായിരിക്കും ഈ ഗവൺമെന്റിന്റെ ദിശയിൽ മുൻപോട്ട് പോയാൽ എത്തിച്ചേരും. പൗരത്വ രേഖ ചോദിക്കുന്നവർ ഇന്ത്യ നിർമ്മിതിയിൽ ഒരു പങ്കുമില്ലാത്തവർ. അതാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഒരു പങ്കുമില്ലാത്തവർ. അതാണ് ഞാൻ RSSനെ കുറിച്ച് സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ബ്രിട്ടൻ ഭരിക്കുന്നതായിരുന്നു അവർക്ക് ഇഷ്ടം. അതവർ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മുടെ പൂർവികർ സമരം ചെയ്യുകയും. ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു പ്രദേശത്തിന് മഞ്ചേരി എന്നാണ് പേര്. മഞ്ചേരി, മഞ്ചേരിക്കാരില്ലേ മഞ്ചേരി എന്നാണ്. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു മഞ്ചേരി മാത്രമല്ല, അവിടെ പാണ്ടിക്കാട്, കണ്ണൂരും എങ്ങനെ വന്നു? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ സമരം ആളിക്കട്ടിയപ്പോൾ 920കളിൽ ഏറനാട്ടിൽ നിന്ന്, മലപ്പുറത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ പൂർവികന്മാരായ പ്രക്ഷോഭകാരികളെ അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കളക്ടറായിരുന്ന HV കനോലിയുടെ നേതൃത്വത്തിൽ മൃഗീയമായി പീഡിപ്പിച്ച് നാടുകടത്തിയതിൽ ഒരു സ്ഥലം അണ്ടമാനായിരുന്നു. ഒന്ന് ഓസ്ട്രേലിയയിലെ ബോട്ടണി, പല സ്ഥലങ്ങളിലേക്ക് നാടുകടത്തി. മഞ്ചേരിയിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരെല്ലാം കൂട്ടമായി അവിടെ പോയി. അവിടെ എത്തിപ്പെട്ട സ്ഥലത്ത് അവർ മഞ്ചേരി എന്ന് പേര്. വണ്ടൂരിൽ നിന്ന് പലായനം ചെയ്ത് പോകേണ്ടി വന്നവർ എത്തിയ സ്ഥലത്തിന് അവർ വണ്ടൂർ എന്ന് പേര്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി, തെളിവായി അൻഡമാനിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൂടുന്നത്. എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര ധീരദേശാഭിമാനികൾ വേട്ടയാടി. ആയിരക്കണക്കിന് ഏറനാട്ടിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭകാരികളെ നാടുകടത്തിയ കനോലിയെ ഏറനാട്ടിലെ പോരാളികൾ വകവരുത്തിയ ചരിത്രവും മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും. ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ഇപ്പോൾ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ശരിയല്ല. ആലി മുസ്ലിയാർ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് മാധവൻ നായർ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. ആ ആലി മുസ്ലിയാർക്കും മാധവൻ നായർ മഞ്ചേരിയിൽ സ്മാരകം. ആ സ്മാരകം പണിഞ്ഞത് ആദ്യമായി മഞ്ചേരി നഗരസഭ ഒരു കമ്മ്യൂണിസ്റ്റ് ചെയർമാന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റപ്പോൾ അസൈൻ ഖാനാണ് ചെയർമാനായി മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഭരണസമിതി വന്നപ്പോഴാണ് ആലി മുസ്ലിയാർക്കും മാധവൻ നായർക്കും മഞ്ചേരിയുടെ മണ്ണിൽ സ്മാരകം പണിയാൻ വേണ്ടി സാധിച്ചത്. ആ ഘട്ടത്തിൽ നമ്മുടെ ആവേശം കൊണ്ടിരിക്കുന്ന എത്രയോ സമരാനുഭവങ്ങൾ മലപ്പുറം വലിയ പള്ളി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു കേന്ദ്രമായി. മലപ്പുറത്തെ മുസ്ലിം ദേവാലയം, ആ പള്ളി ആക്രമിക്കപ്പെടുന്നു ഒരു ചരിത്രഘട്ടത്തിൽ. ബ്രിട്ടീഷ് കൂടിപ്പട്ടാളത്തിന് നേതൃത്വം കൊടുത്തത് പാറതമ്പി എന്നൊരു ജന്മിയായിരുന്നു. അന്ന് ജന്മിത്വവും സാമ്രാജ്യത്വവും കൈകോർത്ത് പിടിച്ചാണ്. ആ കാലഘട്ടത്തെ കുറിച്ചുള്ള ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവുമായി സന്ധി ചെയ്ത ജന്മിത്വത്തിനെതിരായ സമരം കൂടിയാണ് അന്ന് മലബാറിൽ ആകെ നടന്നത്. അങ്ങനെ മലപ്പുറം വലിയ പള്ളി ആക്രമിക്കാൻ ഇരമ്പി എത്തിയ ബ്രിട്ടീഷ് പടയെ അവിടെ വിശ്വാസികൾ ചെറുത്തുന്നു. അവിടെ വെടിവെപ്പുണ്ടായി. സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടിയായ വിശ്വാസികൾ വെടിയേറ്റു മരിച്ചു, രക്തസാക്ഷിത്വം വരിച്ചു. അവരാണ് മലപ്പുറം ശുഹദാക്കൾ എന്നറിയുന്നത്. ആ മലപ്പുറം ശുഹദാക്കൾ മലപ്പുറം വലിയ പള്ളി സംരക്ഷിക്കാൻ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ചെറുത്തുനിന്ന് ആദ്യത്തെ വെടിയുണ്ട ഏറ്റുവാങ്ങി രക്തസാക്ഷിയായ ശുഹദാവിന്റെ പേര് തട്ടാൻ കുഞ്ഞൻ എന്നാണ്. തട്ടാൻ കുഞ്ഞൻ ആ പള്ളി സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ മുന്നിലുണ്ടായി.
അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതം നോക്കിയായിരുന്നില്ല സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ മലബാർ പങ്കെടുത്തത്. ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാം തോളോട് തോൾ ചേർന്ന് കൈകോർത്ത് ഒരേ മനസ്സോടെയാണ് ഇങ്ങനെ അനുഭവമാണ് മലപ്പുറത്തിന്റെ അനുഭവം. എണ്ണത്തിൽ കൂടുതലവിടെ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായതുകൊണ്ടും അന്ന് ഖിലാഫത്തിന്റെ അനുബന്ധമായിട്ടുള്ള ഒരു പ്രത്യേക വികാരം അലയടിച്ച അന്തരീക്ഷമായിരുന്നതുകൊണ്ടും ധീരോദാത്തമായ ഉജ്ജ്വല സമരങ്ങൾക്ക് അവിടെ മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അത് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. അതാണ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത്. പൂക്കോട്ടൂരിലെ യുദ്ധം ബ്രിട്ടീഷ് പട്ടാളവുമായി സിവിലിയന്മാർ നടത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു യുദ്ധമാണത്. ബ്രിട്ടൻ ഏകപക്ഷീയമായി വെടിവെച്ച് കൊന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ ചെറുത്ത് നിന്നിട്ടുമുണ്ട്. പക്ഷെ നേർക്കുനേർ പോരാടിയ യുദ്ധം ഒന്നേ ഉള്ളൂ, അത് പൂക്കോട്ടൂരാണ്. നിങ്ങൾ മലപ്പുറത്ത് നിന്ന് കൊണ്ടോട്ടിയിലേക്ക് ബസ്സിൽ പോയാൽ അറവക്കരയിൽ കാണാൻ പൂക്കോട്ടൂർ യുദ്ധസ്മാരകം. നമ്മുടെ നാട്ടുകാർ ബ്രിട്ടനെ തോൽപ്പിച്ച യുദ്ധമുഖമാണ്. നാം പൊരുതി ജയിച്ചതാണ്. വാഗൺ ട്രാജഡിയുടെ നാടാണ് തിരൂർ. ഒരു ചരക്ക് തീവണ്ടി വാഗണിൽ കുത്തിനിറച്ച് നിരവധിയായ മനുഷ്യരെ സിമന്റ് ചാക്കുകൾ കണക്കേറ്റിയിട്ട് കോയമ്പത്തൂരിനപ്പുറത്ത് പോത്തന്നൂരിലേക്കും തിരിച്ചു കൊണ്ടുവന്ന യാത്ര. എത്ര പേരാണ് പ്രാണവായു കിട്ടാതെ ശ്വാസം കുത്തി പിടഞ്ഞു മരിച്ചത്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച രക്തസാക്ഷികൾ എത്രയെത്ര അനുഭവം. വാര്യകുന്നത്ത് കുഞ്ഞാമദാജിയാണ് ബ്രിട്ടീഷ് മേധാവിത്വത്തെ വെല്ലുവിളിച്ച് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി. അദ്ദേഹം മലയാള രാജ്യം എന്ന പേരിൽ തന്റെ അധികാരത്തിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ എത്ര അനുഭവം. സയ്യിദ് ഹസൻ മുക്കോയ തങ്ങളെ നാട് കടത്തിയത് ഈ HP കലോനിയുടെ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരുപാട് അനുഭവം മലബാറിൽ, പ്രത്യേകിച്ച് ഏറനാടിലും മലപ്പുറത്തും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ചെറുപ്പക്കാരനായിരുന്ന വക്കം അബ്ദുൽ ഖാദർ 30 വയസ്സ് കഴിയുന്നതിന് മുൻപാണ് ബ്രിട്ടനോട് ഏറ്റുമുട്ടാൻ ആയുധമെടുത്ത് പോരാടണം എന്ന് ആ യൗവനത്തിന്റെ ആവേശത്തിൽ ചിന്തിച്ചതിന്റെ ഭാഗമായി ഇന്ത്യ വിട്ട് മലയാളിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിൽ ചേർന്ന് ജപ്പാന്റെ സഹായത്തോടെ സൈനിക പരിശീലനം പൂർത്തിയാക്കി. സൈനിക പരിശീലനം കഴിഞ്ഞ് ബ്രിട്ടനോട് ഏറ്റുമുട്ടാൻ ആവേശം തുടിക്കുന്ന മനസ്സുമായി ഇന്ത്യയിലേക്ക് വന്നു. നമ്മുടെ താനൂരാണ്, താനൂർ കടപ്പുറത്താണ്. വക്കം അബ്ദുൽ ഖാദറും അദ്ദേഹത്തിന്റെ സഖാക്കളും വന്നിറങ്ങി. നിർഭാഗ്യവശാൽ ബ്രിട്ടന്റെ പിടിയിൽ അകപ്പെട്ടുപോയി. മദ്രാസിയിലെ സെന്റ് ജോർജ് കോട്ടയിൽ അടച്ച് വിചാരണ പ്രഹസനം നടത്തി വക്കം അബ്ദുൽ ഖാദറിനെയും കൂട്ടാളികളെയും ബ്രിട്ടൻ തൂക്കിലേറ്റുകയാണ്. അബ്ദുൽ ഖാദറിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു മലയാളിയുടെ പേര് അനന്തൻ നായർ എന്ന. മൂന്നാമത്തെ ആളുടെ പേര് സത്യചന്ദ്ര ബർദാൻ. നാലാമത്തെ ആൾ ഫൗജ സിംഗ്. നോക്കൂ നിങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത, സായുധകലാപത്തിന് വേണ്ടി ശ്രമിച്ച ഉശിരന്മാരായ 4 പോരാളികൾ തൂക്കിലേറ്റപ്പെടുമ്പോൾ അതിലൊരു മുസൽമാനുണ്ട്, അതിൽ ഹിന്ദു ഉണ്ട്, അതിൽ സിഖുകാരുണ്ട്, അതിൽ മലയാളി, അതിൽ പഞ്ചാബി, ബംഗാളി. ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഡൽഹിയിലെ ചെങ്കോട്ട ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ജയിലായിരുന്നു. ആ ജയിലിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട 3 പേർ 3 വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരെ. ഫത്തേപൂർ സിക്രിയിലെ നവാസ് ഖാൻ, ആഗ്രയിലെ ഖില്ലൻ പ്രേം സൈഗാൾ, ഹിന്ദു, മുസ്ലിം, പാഴ്സി. എല്ലായിടത്തും നമുക്കിത് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നാൽ മതനിരപേക്ഷമാണ്. എല്ലാവരും ഒരുമിച്ച് നേടിപ്പൊരുതിയതാണ്. അതിന് വ്യത്യസ്തമായ ധാരണകളുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏതെങ്കിലും തരത്തിൽ അടയാളപ്പെടുത്താത്ത ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അത് സംഘപരിവാർ. ഭഗത് സിംഗിനെ എല്ലാവർക്കും പറയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷിത്വം വരിച്ച ധീരദേശാഭിമാനികളായ സമരനായകരുടെ പേരുവിവരങ്ങളെല്ലാം അടങ്ങുന്ന 3 വലിയ പുസ്തകങ്ങൾ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ മാർട്ടിയേഴ്സ് എന്നാണ്. വലിയ 3 പുസ്തകം പറയും നമ്മുടെ പൂർവികന്മാരുടെ പേരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകി. ഒരിക്കൽ രാമചന്ദ്രൻ പുസ്തകം പരിശോധിച്ചപ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് നോക്കിയതാണ്. ഭഗത് സിംഗിനെ എല്ലാവർക്കും അറിയാം.
എന്നാൽ ഭഗത് സിംഗ് എന്ന പേരുള്ള 13 പേർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. നമുക്കൊരു ഭഗത് സിംഗിനെ അറിയും, അത് സ്വാഭാവികമാണ്, ചരിത്രം അങ്ങനെയൊക്കെയാണ്. എന്നാൽ വിവിധ കാലങ്ങളിൽ വിവിധ നാടുകളിലായി ഭഗത് സിംഗ് എന്ന പേരുള്ള 13 പേർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. എത്രയോ മലയാളികൾ നമുക്കെല്ലാവരും അറിയും. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ കല്ലറയിൽ മാങ്ങോടും മലബാറിലുടനീളം സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജീവൻ ബലിയർപ്പിച്ച എത്ര മലയാളികൾ നമ്മുടെ ഇടയിൽ. മലപ്പുറം ജില്ലയിൽ മാത്രം നൂറുകണക്കിന് പോരാളികൾ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജീവൻ ബലിയർപ്പിച്ചു. ഇങ്ങനെയെല്ലാം നേടിയതാണ് ഈ സ്വാതന്ത്ര്യം. അക്കാലത്ത് ബ്രിട്ടന്റെ ദാസ്യവേല ചെയ്തത് സ്വാതന്ത്ര്യം ആവശ്യമില്ല എന്ന് പരസ്യമായി പറഞ്ഞു ബ്രിട്ടനെതിരെ പോരാടി ഇന്ത്യയിലെ യുവാക്കളെ നിങ്ങളുടെ സമയം കളയരുത് എന്ന് ആഹ്വാനം ചെയ്തു. നിർഭാഗ്യവശാൽ അവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ആ ഭരണാധികാരത്തിന്റെ പിൻബലത്തിൽ രാഷ്ട്രപിതാവിനെ കൊന്ന ശക്തികൾ രാജ്യത്തെ തന്നെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യ നാളെയും നിലനിൽക്കുമോ എന്ന മൗലികമായ പ്രശ്നം ഉയർന്നു വരികയും ഈ രാജ്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ സമരമാണ് ഇന്ത്യയിൽ നിന്ന് പറ്റുന്നത്. നാം സ്വപ്നം കണ്ട ഇന്ത്യ ഇങ്ങനെയല്ല, ഇങ്ങനെ ആവാൻ പാടില്ല. ഇതെന്റെ രാജ്യമല്ല എന്ന് പണ്ട് മിർസാ ഗാലിബ് പാടിയിട്ടുണ്ട്. അദ്ദേഹം പാടിയത് എന്റെ രാജ്യം പിറക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ്. ഇനിയും പിറക്കാത്ത രാഷ്ട്രത്തിന്റെ മാനം പാടിയാകുന്നു ഞാൻ എന്ന് പാടിയ മിർസാ ഗാലിബിന്റെ വരികളെ അനുസ്മരിപ്പിക്കും വിധം ഇന്ത്യയെ നമ്മുടെ രാജ്യമല്ല എന്ന് ചിന്തിപ്പിക്കുന്ന, ഇന്ത്യയെ തകർക്കുന്ന പരിഷ്കാരങ്ങൾക്കാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ നേതൃത്വം. അതിനെതിരായ സമരം ഇന്ത്യൻ തെരുവുകളെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നു. തീർച്ചയായും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സമൂഹം നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഉത്കണ്ഠയോടുകൂടി നോക്കുന്നു. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള സമരത്തിന് നിങ്ങളാലാവുന്നത് നിങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. എന്ത് ചെയ്യാനാകും എന്നത് മറ്റൊരു കാര്യം. നേരിട്ട് വന്ന് സമരത്തിൽ പങ്കെടുക്കാനൊന്നും കഴിഞ്ഞോളൂ. പക്ഷേ ഒരു വാക്കുകൾ, ഒരു വാചകം, ഒരു സന്ദേശം നിങ്ങൾക്ക് ഈ സമരത്തെ പിന്തുണയ്ക്കാനാണ്. തോമസ് ലോറൻസ് പണ്ട് ബട്ടർഫ്ലൈ എഫക്ട് എന്നൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ എഫക്ട് എന്നാണ് പറയുന്നത്. ആ സിദ്ധാന്തത്തെ സാഹിത്യ ഭംഗിയോടെ ആരോ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തൊരു സമരപന്തലിൽ എഴുതി വെച്ചത് ഒരിക്കൽ ഞാൻ കാണുകയുണ്ടായി. അതിങ്ങനെയാണ്: ആമസോൺ വനാന്തരങ്ങളിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി വെച്ച അങ്ങകലെ ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കും അത്രേ. ആമസോൺ വനാന്തരങ്ങളിൽ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി വെച്ച ന്യൂയോർക്കിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമായേക്കും അത്രേ. ഒരു ചെറിയ പരിശ്രമം, നിങ്ങളുടെ ഒരു വാക്കോ, ഒരു അഭിപ്രായമോ, ഒരു നിലപാടോ, ഒരു സമീപനമോ ഒക്കെ ഒരു പക്ഷെ നാളെ ലോകത്തെ മാറ്റിമറിക്കുന്നതായിട്ടുണ്ട്. അങ്ങനെയാണ് പോരാട്ടങ്ങൾ സജീവമാണ്. മറ്റുള്ള പുറത്ത് കൊണ്ട് എഴുതിയിട്ടുണ്ട്: ഒരു ദിനമെങ്കിലും പൊരുതി നിന്നവർ അവരേറെ നല്ലവർ, ഒരു 100 ദിനം പൊരുതിയവർ അവരതിലേറെ നല്ലവർ. എങ്കിലും മറക്കായിക ഒരു ജീവിതം മുഴുവൻ പൊരുതി നിന്നവർ അവരത്രയും പോരിന്റെ സാരവും സത്തയും. ഒരു ജീവിതം മുഴുവൻ പൊരുതാനുള്ള മനസ്സുണ്ടെങ്കിലും പ്രവാസം അത്തരം പോർഭൂമികളിൽ ഒരുപക്ഷെ നമ്മളെ നേരിട്ട് കടന്നു ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ടാകും. അങ്ങനെ തടസ്സമായി നിൽക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഒരു തീപ്പൊരിയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. ചെറുകാറ്റെങ്കിലും വീശാതിരിക്കില്ല. നമ്മുടെ നാട്ടില് എല്ലാ തിന്മകളെയും എരിച്ചു കളയുന്ന ആ മഹത്തായ അഗ്നിപ്രവാഹത്തിൽ പ്രവാസികളുടെ മാനസികമായ കരുത്തും പിന്തുണയും പ്രചോദനവും ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ന് ഇന്ത്യൻ തെരുവുകളിൽ ആർത്തിരമ്പുന്ന സമരങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അഭിവാദനം.